പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നാം കഴിഞ്ഞ ഫെബ്രുവരി 12 അഖിലേന്ത്യാ തലത്തിലുള്ള വലിയ ഒരു പണിമുടക്കിന് സാക്ഷ്യം വഹിച്ച് അത് കഴിഞ്ഞ് 2-3 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സെഷൻ ഇവിടെ നടക്കുന്നത്. 1936 ലേബർ കോഡ്, 48 മിനിമം വേജസ് ആക്ട്, തുടർന്ന് 65 76 നിയമങ്ങൾ, അങ്ങനെ രാജ്യത്ത് പതിറ്റാണ്ടുകളായി രൂപപ്പെട്ടു വന്നിട്ടുള്ള 29ഓളം ലേബർ കോഡുകൾ 4 നിയമങ്ങളായി 2025 നവംബർ മാസത്തിൽ രൂപപ്പെട്ടു വരികയും അത് 19 നിയമങ്ങൾ 3 പിന്നീട് 20 ഒരെണ്ണം, അങ്ങനെ 4 കോഡുകളായി രൂപാന്തരപ്പെട്ട് വരികയും അതിനെ തുടർന്ന് ചർച്ച നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇനിയും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരവസ്ഥയിലാണ് നാം നിൽക്കുന്നത്. 1886 ചിക്കാഗോയിൽ നടന്നിട്ടുള്ള വലിയ ഒരു തൊഴിലാളി വർഗത്തിൻ്റെ മുന്നേറ്റവും തുടർന്നുണ്ടായ സംഭവങ്ങളും 8 മണിക്കൂർ തൊഴിലിനു വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഡിമാൻഡ് ഉയരുകയും അംഗീകരിക്കപ്പെടുകയും തുടർന്ന് നാം കാണുന്നത് പലതരത്തിലുള്ള ലേബർ കോഡുകൾ, തൊഴിൽ നിയമങ്ങൾ, അത് കൂലി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട നിയമം, മിനിമം കൂലിയുമായി ബന്ധപ്പെട്ട നിയമം, സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട നിയമം, തൊഴിലിടങ്ങളിലെ സെക്യൂരിറ്റിയും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ നിയമങ്ങൾ തൊഴിലാളികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. അടിസ്ഥാനപരമായി തൊഴിലാളി വർഗം നാളിതുവരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ, സമരങ്ങളുടെ ചരിത്രത്തോളം പഴക്കമുണ്ട് ഈ തൊഴിൽ നിയമങ്ങൾക്ക്. അടിമ വ്യവസ്ഥയിൽ നിന്ന് മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് രൂപാന്തരപ്പെട്ടു വരുന്ന തൊഴിലാളി വർഗം സ്വാഭാവികമായും ആധുനിക സാമൂഹിക ക്രമത്തിൽ അവർക്ക് വേണ്ടിവരുന്ന തൊഴിലിടങ്ങളിൽ ആവശ്യമായ കൂലി, സുരക്ഷ ഇത്യാദി കാര്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ പരിണിത ഫലമാണ് എല്ലായിടങ്ങളിലെയും എല്ലാ നിയമങ്ങളും. സ്വാഭാവികമായും അത് സ്വാഭാവികമായി വന്നു ചേർന്നതല്ല, മറിച്ച് അത് നിരന്തര സമരത്തിൻ്റെ പരിണിത ഫലം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 2025 ലേബർ കോഡ് വരുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു ലേബർ കോഡിൻ്റെ ഇങ്ങനെ 29 ലേബർ കോഡുകൾ, തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ച് 4 തൊഴിൽ നിയമങ്ങളാക്കി മാറ്റുന്ന ഒരു പശ്ചാത്തലം, അതിൻ്റെ അത്തരത്തിലുള്ളൊരു സാധ്യത, അത്തരത്തിലുള്ളൊരു കാര്യം ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു പശ്ചാത്തലം എന്താണ് എന്നൊരു പോയിന്റിൽ നിന്ന് നമുക്ക് ചർച്ച തുടങ്ങാമെന്ന് തോന്നുന്നു. അതിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ളൊരു നിയമം, പുതിയൊരു ലേബർ കോഡ് എന്തിനാണ് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നത്? നമുക്ക് സെൽവരാജിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. നമസ്കാരം. ലേബർ കോഡുകളുടെ രാഷ്ട്രീയം എന്നുള്ള ഈ ചർച്ചയിൽ ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ചോദ്യം, എന്തിനാണ് ലേബർ കോഡുകൾ ക്രോഡീകരിച്ചുകൊണ്ട് 4 കോഡുകളാക്കിയത് എന്നുള്ളതാണ്. നമുക്കറിയാം 1926 ലേബർ ആക്ട് നിലവിൽ വന്നത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണത്. അതുകൊണ്ട് തന്നെ
അത് പിന്നീട് വന്നിട്ടുള്ള സർക്കാരുകളൊക്കെ അത് പിന്തുടർന്ന് വരികയല്ലാതെ തൊഴിലാളിയുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തിനനുസരിച്ച് ഒരു വേജസ് അല്ലെങ്കിൽ ഒരു സംവിധാനം, തൊഴിൽ സുരക്ഷ, മറ്റു കാര്യങ്ങൾ ചെയ്യാൻ അത് 2017 വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ഭാരതത്തിൽ വലിയ രീതിയിൽ എന്തിനേയും ധീരമായി നേരിടുന്ന ഒരു സർക്കാർ വന്നതുകൊണ്ട് തന്നെ ഈ തൊഴിൽ നിയമങ്ങളിലും കൈവെക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. കാരണം എത്രയോ വർഷങ്ങളായി പൂട്ടിവെച്ചിട്ടുള്ള ഈ തൊഴിൽ നിയമങ്ങൾ 2017 ചർച്ചയ്ക്കെടുക്കുകയും ആ 2017 മുതൽ നിരവധി തവണ രാജ്യത്തെ ട്രേഡ് യൂണിയനുകളെ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റുകളെ, അതുപോലെ അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ എന്നിങ്ങനെ എല്ലാത്തിനെയും കൂട്ടിയിണക്കിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് നിരവധി ചർച്ചകൾ വെക്കുകയും ആ ചർച്ചകളിലൊന്നും തന്നെ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ഒരു ട്രേഡ് യൂണിയനും, രാജ്യത്തെ BMS ഒഴികെ എല്ലാ ട്രേഡ് യൂണിയനുകളും ആ ചർച്ചയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. കാരണം ആ ചർച്ചയിൽ പങ്കെടുത്ത് തൊഴിലാളികൾക്ക് മുന്നോട്ട് വെക്കാവുന്ന, തൊഴിലാളികൾക്ക് ആശ്വാസകരമാകുന്ന നിയമങ്ങളെ ചൂണ്ടിക്കാണിക്കേണ്ടവർ തന്നെ അതിൽ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിലാണ് രാഷ്ട്രീയം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതാണ് രാഷ്ട്രീയം എന്നുള്ളത്. കാരണം ആവശ്യങ്ങൾ പറയാനുള്ള സമയം 8 വർഷത്തോളം കൊടുത്തു എന്നുള്ളതാണ്. ഇത് പാർലമെൻറ്റിൽ പാസ്സായി, അതുപോലെ തന്നെ രാജ്യസഭയിൽ പാസ്സായി, രാഷ്ട്രപതി ഒപ്പുവെച്ചു. ഇപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ള ഈ സമരത്തിൻ്റെ എല്ലാം, ഈ ദേശീയ പണിമുടക്കെല്ലാം നമ്മൾ കണ്ടു. അപ്പം ഇത്രയും ചർച്ച ചെയ്യപ്പെടേണ്ട വേദികളിൽ ചർച്ച ചെയ്യാതെ ഇതിനെ ഏതെങ്കിലും രീതിയിൽ സർക്കാരിൻ്റെ വീഴ്ചകളായി കണക്കാകുന്നതിന് പകരം BMS നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഒട്ടനവധി ആ ചർച്ചകൾ പങ്കെടുക്കുകയും ഇന്നും ഇപ്പോൾ BMS അംഗീകരിച്ചിട്ടുള്ള 2 കോഡുകളുണ്ട്. ഒന്ന് മിനിമം വേജസ് കോഡ്, അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി കോഡ്. ഈ 2 കോഡുകളെയും BMS സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 കോഡുകൾക്ക് അപാകതയുണ്ട് എന്ന് BMSും പറയുന്നുണ്ട്. കാരണം IR കോഡിലും ഒക്യുപേഷൻ കോഡിലും അപാകതകളുണ്ട്. അതിൽ 12 അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BMS ഇപ്പോഴും സമരരംഗത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് പ്രത്യക്ഷത്തിൽ BMSനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു താഴ്ചയും കാണിക്കുവാനില്ല. ജനങ്ങൾക്ക് ഗുണകരം, തൊഴിലാളികൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് BMS പോരാട്ടം നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BMSന് ചൂണ്ടിക്കാണിക്കുവാൻ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ചൂണ്ടിക്കാണിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നാം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, സ്വാതന്ത്ര്യാനന്തരം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മിനിമം വേജസ് എന്നുള്ള സംവിധാനം ഈ ഭാരതത്തിൽ നടപ്പിലാക്കുവാൻ പോകുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാ തൊഴിലാളിക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള വ്യവസ്ഥയിലേക്ക് ഇത് കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ തൊഴിലാളികൾക്കും ഗ്രാറ്റുവിറ്റി, ESI, അതുപോലെ തന്നെ PF. അപ്പോൾ ഇതിലും BMS മുന്നോട്ട് വെക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ESI പരിധി കൂട്ടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ESI പരിധി 21,000 രൂപയ്ക്ക് മുകളിലേക്ക് വിട്ട് 45,000 ആക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ PF പെൻഷൻ അതും ഉയർന്ന രീതിയിൽ നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്ത് ഈ സ്വാതന്ത്ര്യാനന്തരം ഈ PF പെൻഷൻ, ഉയർന്ന പെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 1000 രൂപയാണ് കൊടുക്കുന്നത്. 200 രൂപയിൽ നിന്ന് തുടങ്ങി 1000 രൂപയിൽ എത്തി നിൽക്കുന്നു എന്നുള്ള ശോചനീയമായ അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. ഇതെല്ലാം ആവശ്യപ്പെട്ടുണ്ട്. ഇതെല്ലാം ഈ നമുക്കറിയാം, അസംഘടിത മേഖലയിൽ 7% മിനിമം വേജസ് 1952 നെഹ്റു സർക്കാർ പ്രഖ്യാപിക്കുന്ന 52 പ്രഖ്യാപിക്കുന്ന സമയത്ത് വളരെ മിനിമം വേജസ് എന്ന് പറയുന്നത് 7% തൊഴിലാളികളാണ് അതിൽ ഇൻവോൾവായി വരുന്നത് എന്നുള്ളതാണ്. ബാക്കി നമുക്കറിയാം 93% ആളുകൾ പുറത്താണ്. അപ്പോൾ അസംഘടിത മേഖലയിൽ ഈ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് വരുന്ന സമയത്ത് അസംഘടിത മേഖലയിലുള്ള ഒരുപാട് ആളുകൾ
അവർ ഒരു സുരക്ഷിത ചട്ടക്കൂടിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് മാറ്റിവെക്കുവാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നല്ലതിനെ എടുത്തു പറയുവാൻ നമുക്ക് സാധിക്കണം. നല്ലത് എന്ന് പറയുവാൻ BMS ആ നിലപാടാണ് മുന്നോട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരളം എന്നുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ എനിക്ക് അനുവാദിക്കാൻ തോന്നുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ കേരളം എന്ന് പറയുന്നത്, കൊച്ചു കേരളം എന്ന് പറയുന്നത് വ്യവസായങ്ങളുടെ പർദീസ എന്നാണ് നമ്മൾ കേട്ടുകേൾവിയുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക് എടുത്തു നോക്കിയാൽ ഒരു വ്യവസായങ്ങളും ഇല്ലാത്ത രീതിയിൽ തരിശൊരു ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിലനിർത്തേണ്ടതായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നിലനിർത്തി കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്വാതന്ത്ര്യാനന്തരം ഈ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കേരളം രൂപീകൃതമായിട്ട് എത്ര വർഷമായി? നമുക്ക് ഇന്നും നമുക്കറിയാം, ഏതെല്ലാം രീതിയിൽ ഒരു ടെക്സ്റ്റൈൽ തൊഴിലാളിയെ എടുത്ത് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവർക്ക് എന്നാണ് തൻ്റെ തൊഴിലിടത്തിൽ ഒരു ഇരിപ്പിടം കിട്ടിയത് എന്ന് നമുക്ക് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ 2021 ഒരു ഇരിപ്പിടം അവർക്ക് ഏതെങ്കിലും സമയത്ത് കാല് കഴിച്ചാൽ ഒന്നിരിക്കാനുള്ള സൗകര്യം. അത്രയും നമ്മുടെ ട്രേഡ് യൂണിയനുകളുടെ കൊട്ടാരങ്ങളുള്ള നാടാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ആവശ്യമായിട്ടുള്ള ഈ കാര്യങ്ങളിൽ ചർച്ച പുരോഗമിക്കാതെ തൊഴിലാളികളെ വെറും രാഷ്ട്രീയത്തിൻ്റെ ചട്ടക്കൂടുകളായി മാത്രം പ്രവർത്തിപ്പിക്കുന്ന ഒരു രീതി, അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളത്. അതുതന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചത്. നല്ലതിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കണം. നല്ല കാര്യങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ അപാകതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് പാർലമെൻറ്റിൽ വെച്ച് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് ചർച്ച ചെയ്ത് ഈ നിയമം വെക്കുന്ന സമയത്ത് ചർച്ച ചെയ്യാമെന്നുള്ള ഉറപ്പും BMS നൽകിയിട്ടുണ്ട്. 12 ഇനത്തിൽ നിന്ന് നമ്മൾ അഭിപ്രായ വ്യത്യാസം അറിയിച്ചിട്ടുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കേട്ടുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന 25-ാം തീയതി ഞങ്ങൾ വിവിധ കേന്ദ്രങ്ങൾ ഭാരതമൊട്ടയ്ക്കും വിവിധ കേന്ദ്രങ്ങളിൽ അതിൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം എത്ര കാലഘട്ടം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു. 3/4 നൂറ്റാണ്ടുകളോളം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു ഇത്തരത്തിലുള്ള ഒരു നല്ല തീരുമാനം തൊഴിലാളികൾക്കിടയിലേക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ആശാവഹമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ നിയമത്തെ അതിലുള്ള അപാകതകളെ മാറ്റിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം BMS സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്ക് യു സർ. അടുത്തതായി സ്വാഭാവികമായും എൻ്റെ ചോദ്യം ഗോപിനാഥ് സാറിനോടാണ്. നിലവിലുള്ള തൊഴിൽ നിയമങ്ങളെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു തൊഴിൽ നിയമം കൊണ്ടുവരുന്നത്, 4 കോഡുകൾ കൊണ്ടുവരുന്നത് ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിന് പരിഹാരം എന്ന നിലക്ക് ആണ് ശ്രീ സെൽവരാജ് ചൂണ്ടിക്കാണിക്കുന്നത്. പരിഹാരം എന്ന നിലക്ക്. അപ്പോൾ 2025 വന്നിട്ടുള്ള ലേബർ കോഡ് അതിൻ്റെ ഒരു നിർവചനത്തിൻ്റെ തലത്തിലും 2 പൂർവ്വകാല നിയമങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തലത്തിലും പര്യാപ്തമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? എല്ലാവരുടെയും ഒരു പൊതു ഇടം എന്ന് പറയുന്നത് മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ളൊരു ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിക്കാനും ലേബർ കോഡ് അടക്കമുള്ള വൈവിധ്യമാർന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു എത്തിനോട്ടം അത്രേ കഴിയുള്ളൂ. ഇപ്പോൾ കുട്ടികൾ തന്നെ ഇവിടെ അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമല്ല. തൊഴിലാളികൾക്ക് തന്നെ ലേബർ കോഡ് എന്താണെന്ന് പൂർണ്ണമായിട്ട് അറിയാറായിട്ടില്ല. അവരിനി അനുഭവിച്ച് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു ഡിസ്കഷൻ സംഘടിപ്പിച്ചതിനെ ഞാൻ പ്രത്യേകമായി ആദ്യം അഭിനന്ദിക്കുകയാണ്. ഇവിടെ ലേബർ കോഡിൻ്റെ രാഷ്ട്രീയം എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അത് തൊഴിലാളികൾക്ക് ഒരുപാട് ഗുണം ചെയ്യാൻ വേണ്ടി ധൈര്യമുള്ളൊരു ഗവൺമെൻറ് എല്ലാ കാര്യത്തിലും കടുംവെട്ട് വെട്ടും. ഈ കാര്യത്തിലും അവർ കടുംവെട്ട് വെട്ടി എന്നുള്ളതൊരു സത്യമാണ്. സെൽവരാജ് പറഞ്ഞ ഒരു കാര്യം. അതിനുള്ള ധൈര്യം ഈ ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, BMS അറ്റ്ലീസ്റ്റ് 2 ലേബർ കോഡുകളിൽ 12
തർക്കങ്ങൾ ഉന്നയിച്ചിട്ട് ഇനിയിപ്പോൾ അവർ 25-ാം തീയതി സമരം ചെയ്യാൻ പോകേണ്ട ഗതികേടിലേക്ക് മാറിയിരിക്കുക. അതുപോലും CI2-നെ കേൾക്കണ്ട, INTUC-യെ കേൾക്കണ്ട, ആരെയും കേൾക്കണ്ട. 10 ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിയ കാര്യം നിങ്ങൾ ആദ്യം സൂചിപ്പിച്ചു. അപ്പോൾ ആ BMS എന്ന് പറയുന്ന സംഘടനയെ പോലും അത് BJP ഗവൺമെൻറ്റിനോട് താല്പര്യമുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ തൊഴിലാളികൾ വേറിട്ടൊരു വഴിയിലേക്ക് പോകരുതെന്ന് തുടക്കത്തിൽ ട്രേഡ് യൂണിയനുകളുടെ 11 സംഘടനകൾ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തതിൽ നിന്ന് BMS മാറാനിടയുണ്ടായത്. ആ രാഷ്ട്രീയം അവിടെ ഉണ്ട്. ആ ട്രേഡ് യൂണിയനെ കൂടി രാഷ്ട്രീയത്തിൻ്റെ ഒരു കൂച്ചുവിലങ്ങളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവർ പറഞ്ഞിട്ടുള്ള പ്രതിഷേധം പോലും വകവയ്ക്കാതെ ഈ ലേബർ കോഡ് കൊണ്ടുവന്നു. അതെങ്ങനെയാണ് തൊഴിലാളിക്ക് ഗുണമുണ്ടാവുക എന്ന് അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ച് എത്രമാത്രം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. സമയം 3 പേരും ചർച്ചയുണ്ട്. 1 മണിക്കൂർ കൊണ്ട് നമുക്കിതെല്ലാം പൂർണ്ണമായി കഴിയുമെന്നറിയില്ല. എന്നാലും ചുരുങ്ങിയ സമയം കൊണ്ട് പറയാം. ഒന്ന്, അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചത്, തൊഴിലാളി സംഘടനകളായിട്ട് ഏറെ ചർച്ച നടത്തി അതിലൊന്നും ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളൊന്നും പങ്കെടുത്തിട്ടില്ല, എന്നിട്ട് പുറത്തു നിന്ന് കുറ്റം പറയുകയാണെന്നാണ് ഒരു കാര്യം ക്രിട്ടിസൈസ് ചെയ്തത്. ഞാൻ അതിൽ പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിക്കുക എന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. ഈ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഈ 12 വർഷവും ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിച്ചിട്ടില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ ശബ്ദവോട്ടോടു കൂടിയാണ് 2019-ലും 20-ലും പാർലമെൻ്ററി ജനാധിപത്യം പരമപുച്ഛത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ്. അദ്ദേഹം പറഞ്ഞു, ഈ ഗവൺമെൻറ് ഭയങ്കര ധൈര്യമാണ്. അവർ ഭരണഘടനയെ തന്നെ ഏത് അവർ തീരുമാനിച്ചതിൽ ഇത്രയും ധൈര്യമുള്ളൊരു ഗവൺമെൻറ് വേറെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ അവർ തീരുമാനിച്ച് 10 പാർലമെൻറ്റ് മെമ്പർമാരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ടാണ് രണ്ടാമത്തെ 3 കോഡുകൾ പാസ്സാക്കിയത്. കാർഷിക ഭേദഗതി നിയമം നടപ്പാക്കിയ കൂട്ടത്തിൽ ജയറാം രമേശ്, എളമരം കരീം തുടങ്ങിയിട്ടുള്ളവരെ സസ്പെൻഷൻ പിൻവലിച്ച് അകത്ത് കയറിയിട്ട് അവർ പറഞ്ഞു, വി ഡിമാൻഡ് വോട്ടെന്ന് പറഞ്ഞു. കളിയാക്കിക്കൊണ്ടാണ്, നിങ്ങൾ 4, 3, 7 പേര് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഞങ്ങളത് പാസ്സാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ BMS-നെ കേൾക്കാത്ത, ട്രേഡ് യൂണിയനുകളെ കേൾക്കാത്ത അദ്ദേഹം പറഞ്ഞു കുറേ ചർച്ച വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ചർച്ചയ്ക്ക് അജണ്ട നിശ്ചയിച്ച് തരികയാണ്. ലേബർ കോഡിൻ്റെ പരിശുദ്ധിയെ സംബന്ധിച്ച് വിശദീകരിക്കാനാണ് യോഗം, അല്ലാതെ ട്രേഡ് യൂണിയൻ സംഘടനകൾ കൊടുത്ത ഒബ്ജക്ഷൻ സംബന്ധിച്ച് ചർച്ച ചെയ്യാനല്ല യോഗം. അങ്ങനെ 10-27 യോഗം ചേർന്നിട്ടുണ്ട്. അത് BMS മാത്രം പങ്കെടുത്തുകൊണ്ട് ഇത് ഓക്കെ എന്ന് പറഞ്ഞ് കൈയടിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. BMS-ൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ, ഞാൻ BMS-നെ കുറ്റം പറയാനല്ല, അദ്ദേഹം പറഞ്ഞ വഴി അങ്ങനെ ആയതുകൊണ്ട് അതിലേക്ക് പരാമർശിക്കാതെ നിർത്തിയില്ല. ശ്രീ സജി നാരായണൻ, ബ്രിജേഷ് ഉപാധ്യായ, ഇവരെല്ലാം 2 ടേം വീതം അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ മിക്കവാറും ഈ ലേബർ കോഡുകളെ നേരത്തെ അദ്ദേഹം പറഞ്ഞ 1-2 എണ്ണത്തിനെ സ്വാഗതം ചെയ്യെങ്കിലും വളരെ ശക്തമായി പാർലമെൻറ്റിൽ ഞങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായി പറയാൻ തയ്യാറായി അതിന് പുറത്ത് തൊഴിലാളികളെ കൊണ്ടുവന്നവരാ. ഇപ്പോൾ BMS-ൻ്റെ അഖിലേന്ത്യാ നേതൃത്വം മാറിയപ്പോഴാണ് ഗവൺമെൻറ് 2021 നവംബർ 2025 നവംബർ 21 വിജ്ഞാപനത്തിലൂടെ എല്ലാ ലേബർ കോഡും നടപ്പായതായി പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം പത്രസമ്മേളനത്തിൽ ഇത് തൊഴിലാളികൾക്ക് ഈ 4 കോഡും ചരിത്ര നേട്ടമാണെന്നാണ് BMS-ൻ്റെ നിലവിലുള്ള നേതാക്കന്മാർ പറഞ്ഞത്. പഴയ കാര്യമാണ് ഈ പറഞ്ഞ 2 എണ്ണത്തിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ടായി എന്നുള്ളത്. അത് ഗവൺമെൻറ് ഒട്ടും മൈൻഡ് ചെയ്തുമില്ല. അപ്പോൾ അതാണൊരു വസ്തുത. ഇവിടെ തൊഴിൽ നിയമങ്ങൾ ഉണ്ടാകുന്നതിനൊരു ചരിത്രമുണ്ട്. നേരത്തെ ശ്രീ ഷാജി ഇവിടെ സൂചിപ്പിച്ച പോലെ വെറുതെ ഇടുകൊടുക്കേ ചോറും കറിയും എന്ന് പറഞ്ഞ് വന്നതല്ല. റെയ്സ്റ്റാഗിലെ പ്രക്ഷോഭത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അങ്ങനെയാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നുള്ളത് ലോകമാകെ ഒരു വ്യവസ്ഥയായിട്ട് അംഗീകരിക്കപ്പെട്ടത്. അതിനുശേഷമാണ് 1919 ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. അതിന് തൊട്ട് മുമ്പിലാണ് പിന്നീട് ഇന്ത്യയിലെ സ്വതന്ത്ര ഭാരതത്തിൽ ഗജേന്ദ്ര ഖഡ്കറെ ഇന്ത്യയിലെ ഫസ്റ്റ് ലേബർ കമ്മീഷനായിട്ട് നിയോഗിച്ച് തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്നത് വേറെ ആരും ഒന്നും മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഭാരതത്തിൽ 180ഓളം ഭേദഗതികൾ ഈ നിയമങ്ങളിൽ, അന്നത്തെ നിയമങ്ങളിൽ 1926 ട്രേഡ് യൂണിയൻ ആക്ടിൽ, അതുപോലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൽ, എല്ലാത്തിലും ഒരുപാട് ഭേദഗതികൾ നിരന്തരമായി വന്നിട്ടുണ്ട്. അതൊക്കെ തൊഴിലാളിക്ക് ഫേവറായിട്ടാണ് ആ ഭേദഗതികളെല്ലാം വന്നിട്ടുള്ളത്. എന്നാലും ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചതിനോട് ഞാനും പൂർണ്ണമായി യോജിക്കുക. പക്ഷെ ആ മാറേണ്ടത് ഏത് ആംഗിളിലാണ്? ഡൂയിങ് ബിസിനസ് ഈസി എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞുകൊണ്ട് മൂലധന ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കാൻ നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ തൊഴിലാളി മുദ്രാവാക്യം വിളിക്കുന്നു, അവകാശം ചോദിക്കുന്നു. ഇത് മാറണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലേബർ കോഡ് നടപ്പാക്കിയതിൻ്റെ കഥ വിശദീകരിക്കുന്നതിന് മുമ്പ് അതിന് ശേഷം 2025 ശ്രംശക്തി നീതി ബില്ല് കേന്ദ്ര പാർലമെൻറ്റിൽ ക്യാബിനറ്റ് ലെവലിൽ അവതരിപ്പിച്ചു. അതിപ്പോൾ നിയമവകുപ്പിലേക്ക് പോയേക്കാം, വെളിച്ചം കാണാൻ പോകുന്നുള്ളൂ. എന്താ അതിൻ്റെ അവസ്ഥ? അതിൻ്റെ പ്രിയാമ്പിളിൽ പറയുന്നത് ശ്രംശക്തി നീതി എന്ന് പറഞ്ഞാൽ
തൊഴിലാളിയുടെ അധ്വാനം എന്ന് പറയുന്നത് അവർ ഒരിക്കലും അത് ഫ്രീസ് ചെയ്ത് നിർത്താൻ പാടില്ല. എനിക്കത് കൊടുക്കാൻ സൗകര്യമില്ല, അഥവാ ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ടെന്നൊന്നും പറയാൻ പാടില്ല. അത് ധർമ്മമാണ്, അത് കൊടുത്തുകൊണ്ടിരിക്കണം എന്നാണ് സംശക്തി നീതിയിൽ പറയുന്നത്. ഇനി കൂലി അവകാശമല്ല, നെവർ. അത് ശരിക്കും തൊഴിലുടമ അറിഞ്ഞുകൊണ്ട് തരുന്ന പ്രസാദമാണെന്നാണ്, അത് വാങ്ങി തൃപ്തിപ്പെട്ടോളണമെന്നാണ്. അതുകൊണ്ട് ഇതെല്ലാം മാറുകയാണ്. കളക്റ്റീവ് ബാർഗെയിനിങ് റൈറ്റ് ഫോർ അസോസിയേഷൻ എന്നുള്ള പ്രമാണം ILO കൺവെൻഷൻ ധാരണയനുസരിച്ച് പാർലമെൻറ്റിൽ റാറ്റിഫൈ ചെയ്താണ് ഡൂയിങ് ബിസിനസ് ഈസി എന്ന് പറഞ്ഞ് പൂർണ്ണമായി തുടച്ചു നീക്കുന്ന വിധത്തിലേക്ക് ഒരു നേട്ടമില്ല. ഞാൻ സൂചിപ്പിക്കാം, അദ്ദേഹം ഇവിടെ വ്യക്തമാക്കപ്പെട്ട 2 കോഡുകൾ തൊഴിലാളിക്ക് ഗുണമുള്ളതാണെന്ന് പറഞ്ഞു. നമുക്ക് അത് സംബന്ധിച്ച് തന്നെ ഒരു വ്യക്തത ഉണ്ടാവണമല്ലോ. ആദ്യം ഇനി പഠിക്കാനിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ വരണമല്ലോ. ഒന്ന് സോഷ്യൽ സെക്യൂരിറ്റി കോഡാണ് ഗുണമുള്ളതെന്ന് പറയുന്നത്. ആ കോഡ് വന്നതിന് ശേഷമാണ് സോഷ്യൽ സെക്യൂരിറ്റിക്ക് എല്ലാവരും കണക്കാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒരു കരുതൽ എന്നുള്ള നിലയിൽ ഗവൺമെൻറ്റിൻ്റെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ LIC എന്നാണ് പറയുന്നത് എല്ലാവരും. ഇൻഷുറൻസ് വേറെ ഒരുപാടുണ്ട്, റിലയൻസിനുണ്ട്, PNBക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേർക്കുണ്ട്. പക്ഷേ ഇനി അത് 100% പ്രത്യക്ഷ വിദേശ നിക്ഷേപത്തിലേക്ക് പോകുന്നു. എന്ത് സോഷ്യൽ സെക്യൂരിറ്റിയാണ്? തൊഴിലാളിക്കോ രാജ്യത്തെ ജനങ്ങൾക്കോ സോഷ്യൽ സെക്യൂരിറ്റി ഉള്ള കാര്യമാണോ? ആകെ അതിനകത്ത് നേട്ടം ഉണ്ടെന്ന് പറഞ്ഞു എന്ന് പറയാവുന്ന, ഇനിയെങ്കിലും നമുക്ക് കോണി കയറി പോകാൻ കഴിയുന്നൊരു വഴി ഇട്ടിരിക്കുന്നത് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന മേഖലയെ അതിനകത്ത് കൊണ്ടിട്ടുണ്ട്. ഒന്ന് തൊട്ടു വച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രം. അല്ലാതെ അവർക്കാവശ്യമായിട്ടുള്ളൊരു സ്കീമോ പദ്ധതിയോ റെഗുലറൈസ് ചെയ്യാൻ രാജസ്ഥാൻ ഗവൺമെൻറ് ഒരെണ്ണം കൊണ്ടുവന്നു. അതുപോലെ പോലും ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയാതെ ഒരു വ്യവസ്ഥ മാത്രം കൂടി ഇതിനകത്ത് വന്നു എന്നാണ്. അൺഓർഗനൈസ്ഡ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് UPA ഗവൺമെൻറ് നടപ്പാക്കിയതാണ്. ശരിക്കും ചട്ടം ആവിഷ്കരിച്ച നിയമം നടപ്പാക്കിയത് TP രാമകൃഷ്ണൻ തൊഴിൽ മന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിലാണ്. ഇന്ത്യയിൽ വേറെ ഏത് സ്റ്റേറ്റിൽ നടപ്പാക്കിയിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളുള്ള സ്റ്റേറ്റാണ് ഈ കേരളം എന്ന് പറയുന്നത്. അത് തൊഴിലാളി സംഘടന സംഘടിതമായതിൻ്റെ വിഷമം കൊണ്ടല്ല, അതുകൊണ്ടാണ് ഇതെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പണിമുടക്ക് ഏറ്റവും നന്നായി നടന്നത് കേരളത്തിലാണ്. വല്ല കാര്യമുണ്ടോ? മഹാരാഷ്ട്ര പോലെ ആയാൽ പോരെ, അല്ലെങ്കിൽ UP പോയ ആയാൽ പോരെ എന്ന് പറഞ്ഞൊരു ചർച്ചയുണ്ട്. ശരിക്കും കേരളം പോലെ അവരായി മാറേണ്ടതാ. അതാണ് നമ്മൾ പഠിക്കേണ്ടതല്ല, നെഗറ്റീവിലേക്കല്ല പോകേണ്ടത്. അങ്ങനെ വന്നാൽ ആനയ്ക്ക് ആനയുടെ ശക്തി തിരിച്ചറിഞ്ഞാൽ ആനപ്പുറത്തിരിക്കുന്ന പാപ്പാൻ പണിമുടക്കൊണ്ടൊരു ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണമില്ലെങ്കിൽ ഈ പാപ്പാൻ എപ്പോൾ തെറിച്ചു പോയി എന്ന് ആലോചിച്ചാൽ മതി. പക്ഷേ ആനയ്ക്ക് ആനയുടെ ശക്തി തിരിച്ചറിയില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം കടുംപെട്ട് വെട്ടി തൊഴിലാളികൾക്കെതിരായി, തൊഴിലാളി വർഗത്തിനെതിരായി കൊണ്ടുവരുന്നത്. വേറെ സോഷ്യൽ സെക്യൂരിറ്റിയിൽ കൊണ്ടുവരുന്ന വേറൊരു സാധനമുണ്ട്. ESI PF എന്നുള്ളതിൽ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ തീരുമാനിച്ചു. 1 ഇയർ ആയവർക്ക് ഗ്രാറ്റുവിറ്റി കിട്ടും. സെൽവരാജ് പറയട്ടെ, ഗ്രാറ്റുവിറ്റി ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റിൽ പോസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ ഒരു താൽക്കാലികക്കാരന് കിട്ടില്ല ഗ്രാറ്റുവിറ്റി. ആ വ്യവസ്ഥ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഗ്രാറ്റുവിറ്റിയുടെ ജാമ്പവാൻ്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള വ്യവസ്ഥകളിൽ വല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ബോണസ് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ആണെന്ന് വേണമെങ്കിൽ കണക്കാക്കാം. ആ ബോണസ് എത്ര തൊഴിലാളി ഉണ്ടെങ്കിലും 10 തൊഴിലാളി ഉണ്ടെങ്കിൽ അവിടെ കിട്ടുമായിരുന്നു. ഇനിയിപ്പോൾ 20 തൊഴിലാളി ഉണ്ടെങ്കിലേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. 19 തൊഴിലാളിയായാൽ കിട്ടില്ല. ഞാൻ ഇന്നലെ വരെ മേടിച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ വ്യവസ്ഥ അനുസരിച്ച് ഉണ്ടാവില്ല. മിനിമം 8.33, മാക്സിമം 20% എന്നുള്ളത് മാറിയിട്ടില്ല. ഇപ്പോൾ ചരിത്ര നേട്ടമാവോ എങ്ങനെയാണത് എനിക്കറിയില്ല, എങ്ങനെ ചരിത്ര നേട്ടമാവോ വേണമെന്ന് പറയാം. ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ് മാത്രമല്ല, ഇപ്പോൾ ELI സ്കീം കൂടി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നത്, എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം. നിങ്ങൾ കുട്ടികൾ ജോലിയൊക്കെ തേടി വരേണ്ടവരാണല്ലോ. അതുകൊണ്ട് ഈ ഡിസ്കഷൻ നല്ലത് തന്നെയാണ്. ലേബർ കോഡ് എന്തൊക്കെയാണ്, നമ്മുടെ ഭാവിക്ക് വല്ല കർമ്മേഘം ഉണ്ടാക്കുന്നതാണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടാവുന്നതിന് ഒരു മനസ്സിലാക്കാൻ നല്ലതാണ്. എന്താ ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിശ്ചിതകാല തൊഴിലാണ്. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും 56 വയസ്സ് വരെ, 58 വയസ്സ് വരെ, 60 വയസ്സ് വരെ എനിക്ക് ജോലി ചെയ്യേണ്ട, ആ കട്ടിലിൽ നിന്നൊന്ന് മാറിത്താൻ, ഞാൻ കയറി കിടന്നോളാം എന്ന് പറയുന്നതിന് തുല്യമാണ്. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ സാമൂഹ്യ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടല്ല, അല്ലാതെ ഓരോ തൊഴിലുകൾ വീതം വെച്ചിട്ടല്ല. അതാണ് ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ്. അതിന് പിന്നാലെയാണ് എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം. എന്താ, 1 കൊല്ലം ജോലി കൊടുത്താൽ മതി. ഈ ഒരു ഗ്രാറ്റുവിറ്റി 1 ഇയറിലേക്ക് കൊടുക്കുന്നത് 11 മാസമായി പിരിച്ചുവിട്ടാൽ കുഴപ്പമില്ല, അത് തൊഴിലുടമയ്ക്ക് അധികാരമുണ്ട്. അപ്പോൾ പിന്നെ ഗ്രാറ്റുവിറ്റിയും കൊടുക്കണ്ട. ELI സ്കീം എങ്ങനെയാണ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നിലവിൽ 1ാം UPA ഗവൺമെൻറ് കാലത്ത് ചിദംബരം ധനകാര്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഗവൺമെൻറ് സാമൂഹ്യ ക്ഷേമം എന്നുള്ള പരിപാടി മാറ്റി അത് മുതലാളിമാരെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് CSR ഫണ്ട് വരുന്നത്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്. ലാഭമുള്ള കമ്പനികൾ 10% CSRലേക്ക് മാറ്റി വയ്ക്കണം. ഇപ്പോൾ നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നു, ഇനി അങ്ങനെ CSRൽ അങ്ങനെ അധികം മാറ്റി വയ്ക്കേണ്ട, അതിൽ നിന്ന് 2.5 ലക്ഷം കോടി രൂപ
ആ മുതലാളിക്ക് തന്നെ 1 ഇയറിലേക്ക് ജോലി കൊടുക്കാം, അതിന് 15,000 രൂപ ഇൻസെൻറ്റീവ് കൊടുത്താൽ മതി. അതാണ് ELI സ്കീം. അപ്പോൾ സർക്കാർ സാമൂഹ്യക്ഷേമം ഉപേക്ഷിച്ചു, മുതലാളിമാരെ ഏൽപ്പിച്ചു. അതിൽ നിന്ന് മുതലാളിമാരോട് പറഞ്ഞു ഇനി അധികം സാമൂഹ്യക്ഷേമമൊന്നും വേണ്ട, നിങ്ങൾ ഇത്തരം കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ബഡ്ജറ്റിനകത്ത് വേറെ ഒരു പ്രപ്പോസലും കേന്ദ്ര ഗവൺമെൻറ് ഇപ്രാവശ്യം ഉണ്ടായില്ല. ഏതായാലും അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ഗൗരവമായ പ്രശ്നം. ഇനി പറയുന്നത് ഞങ്ങൾ വേജ് കോഡ് നല്ലതാണെന്ന് പറയുന്നു, ചരിത്ര നേട്ടമാണെന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു എല്ലാ തൊഴിലാളിക്കും 93% ആളുകൾക്ക് ഉണ്ടായില്ല, ഇനിയും 93% ആളുകൾ കൂടി കിട്ടാൻ പോവാണ്. കിട്ടില്ല. നമ്മുടെയൊക്കെ പ്രതീക്ഷയൊക്കെ ഞാൻ തള്ളിക്കളയുന്നില്ല, അല്ലേ? എന്തെങ്കിലും ഒരു പ്രതീക്ഷ വച്ചിട്ട് വേണമല്ലോ മനുഷ്യൻ ജീവിക്കാൻ. പക്ഷേ കിട്ടില്ല. എന്താ വ്യവസ്ഥ? വേജ് കോഡ് എങ്ങനെയാണ് മാറിയത്? വേജ് കോഡ്, മിനിമം വേജസ് ആക്ട്, വേജസ് ആക്ട്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്, ബോണസ് ആക്ട്, ഇത് 3ഉം 4ഉം കൂടി ചേർന്നിട്ടാണ് വേജ് കോഡായി മാറി. വേജ് കോഡായി മാറിയത് വന്നതിൻ്റെ ഭാഗമായി എല്ലാവർക്കും കിട്ടുമെന്നാണ് അത് പറയുന്നത്. അതിനകത്ത് പറയുന്നത് ഇനി മുതൽ യൂണിഫോം സ്റ്റാൻഡേർഡ് ഫ്ലോർ ലെവൽ വേജസ് പ്രഖ്യാപിക്കണം എന്നാണ്. ആരാ പ്രഖ്യാപിക്കുക? സെൻട്രൽ ഗവൺമെൻറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ് ഏത് ഫ്ലോർ ലെവൽ വേജസാണ് പ്രഖ്യാപിക്കുക? അതിൻ്റെ മാനദണ്ഡം എന്താ? ഇപ്പം കേരളത്തിൽ മിനിമം വേജസ് 720 ഉണ്ട്. അത് മാറണമെന്നൊക്കെ നമ്മളെല്ലാവരും BMSഉം CIT INTUC എല്ലാവരും ഒരുമിച്ച് വന്നിപ്പോൾ ഒരു സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് 26,000 പ്രതിമാസം ആക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചില സ്ഥലങ്ങളിൽ അതിൽ കൂടുതലുണ്ട്. ആ വേജ് ആയിരിക്കുമോ യൂണിഫോം ഫ്ലോർ ലെവൽ വേജസ് ആക്കുക? അല്ല. കേന്ദ്ര ഗവൺമെൻറ് ഫ്ലോർ ലെവൽ വേജസ് നിലവിലുണ്ട്. അതെത്രയാ? ബഡ്ജറ്റിൽ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ പഴയത് തന്നെ 202 രൂപ, 222 രൂപ. സ്കിൽഡിന് അതിൽ കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട്, എന്നാലും 275 കൂടുതലില്ല. ഒറ്റ ആശ്വാസമുണ്ട്, അതിൽ കുറച്ച് കൂലി ആരും കൊടുക്കരുതെന്നാണ്. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് നമുക്ക് ബാധകമല്ലാന്ന് ശിവൻകുട്ടി മിനിസ്റ്റർ ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റിസ് ഗോപാലഗൌഡെ വച്ചിട്ട് സമവർത്തി പട്ടികയിലാണ് തൊഴിൽ നിയമങ്ങൾ എന്നുള്ളത് കൊണ്ട് കേരള ഗവൺമെൻറ്റിന് നിലവിലുള്ള നിയമം പാസ്സായ സ്ഥിതിയിൽ ആ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചട്ടം ആവിഷ്കരിക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ആലോചിക്കുകയാണ്. ID ആക്ടിൻ്റെ കവറേജിൽ നിന്ന് പുറത്തു വന്നവർക്ക് പ്രത്യേക നിയമം സ്റ്റേറ്റിൻ്റെ പരിഗണനയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ആലോചിക്കുകയാണ്. ഞാൻ കിലയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ആ പഠന കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതിനിധി എന്നുള്ളതിൽ എനിക്ക് അതിൻ്റെ പ്രോസസ്സ് അറിയാവുന്നതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചത്. അത് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ എത്രമാത്രം പലരും പറയുന്നുണ്ട്, നിയമവിദഗ്ധർ തന്നെ, അങ്ങനെ കേരള ഗവൺമെൻറ് മാത്രം ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, നിയമം കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞു എന്നാണ്. എന്നാലും മിനിമം വേജസ് ഉള്ളത് കൂടുതലാണെങ്കിൽ കൊടുക്കാൻ കഴിയും. പക്ഷേ സ്റ്റേറ്റിലെ സ്ഥാപനങ്ങളല്ലാതെ ഇവിടുത്തെ സ്വകാര്യ മുതലാളി വരെ സംഭവിക്കുമോ? കേന്ദ്ര ഗവൺമെൻറ് ഫ്ലോർ ലെവൽ വേജസ് യൂണിഫോമായി തീരുമാനിച്ചാൽ അതേ കൊടുക്കുള്ളൂ എന്ന് പറയും. വേറൊരു കാര്യം പറയുന്നത് മെച്ചമാണെന്ന് പറയുന്നത് 50% ബേസിക്കിലേക്ക് മാറും. ഞാൻ ഇന്നലെ ഒരു ഡിസ്കഷനിൽ ഹിൻഡാൽകോയിൽ പോയി. 60% കഴിഞ്ഞ പ്രാവശ്യം ബേസിക്കിൽ. അവർ ഈ ലേബർ കോഡ് വെച്ചിട്ട് പറഞ്ഞു ഇനി 50% കൂടുതൽ തരാൻ പറ്റില്ല, കോഡ് വന്നിരിക്കുക അങ്ങനെയാണെന്ന്. ആ 10% തൊഴിലാളിക്ക് പോയി. അപ്പോൾ നഷ്ടമുള്ള കേസുകളുണ്ട്. എന്നാൽ 35% ഉള്ളവർക്ക് 50% മാറേണ്ടി വരും. അത് സെൻട്രൽ പബ്ലിക് സെക്ടറിന് ചിലപ്പോൾ സാധിക്കും, അല്ലാത്തവരാരും സമ്മതിക്കും. അത് നിയമം വരുമ്പോൾ അത് എൻഫോഴ്സ് ചെയ്യാൻ. മറ്റൊരു പ്രധാനപ്പെട്ട അപകടം ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനെ, ആ ഡിപ്പാർട്ട്മെൻറ്റിന് പരിമിതമാണെങ്കിൽ പോലും പവർ ഓഫ് എക്സിക്യൂഷൻ ഉണ്ടായിരുന്നു. ആ പവർ ഓഫ് എക്സിക്യൂഷൻ മാറ്റിയിട്ട് അവരെ ഫെസിലിറ്റേറ്റർമാരാക്കി മാറ്റി. ഇതാണ് ലേബർ കോഡിൻ്റെ പ്രത്യേകത. തൊഴിലാളിക്ക് ഒരു ലേബർ ഡിസ്പ്യൂട്ടായിട്ട് ഇപ്പോൾ വേണമെങ്കിൽ പറയാം, ട്രേഡ് യൂണിയൻ്റെ ആവശ്യമൊന്നുമില്ല, നേരെ കോടതിയിൽ പോകാം. പുതിയ വ്യവസ്ഥ അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും പോകാം, ഏത് ഇൻഡിവിജ്വലിന് വേണമെങ്കിലും പോകാം. അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലേബർ ട്രൈബ്യൂണലിൻ്റെ ഭാവി എന്താ? ലേബർ കോർട്ടുകളുടെ ഭാവി എന്താ? ലേബർ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും പ്രോസിക്യൂഷൻ നടപടി ഒരു എംപ്ലോയർക്ക് ഗ്രാറ്റുവിറ്റി നിഷേധിച്ചാൽ അല്ലെങ്കിൽ ശമ്പളം നിഷേധിച്ചാൽ ആ ഒരു നടപടി ചെയ്യാൻ കഴിയുമോ? യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും വരുന്നില്ല. അതുകൊണ്ടാണ്, അല്ലാതെ ഭ്രാന്തമായി ലേബർ കോഡ് വന്നത് തൊഴിലാളിക്ക് ഗുണമുള്ളതാണെങ്കിൽ നമ്മൾ ശക്തമായി ചെല്ലും. ഇപ്പോൾ കർഷക ഭേദഗതി നിയമം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ചരിത്ര നേട്ടമാണ് കൃഷിക്കാർക്ക് തോന്നുന്നു. ഇപ്പോൾ പിന്നാലെ മനസ്സിലായി US വ്യാപാര ബന്ധം വച്ചിട്ട് ഡൊണാൾഡ് ട്രംപ് മോദി കരാർ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാർഷിക ഉൽപ്പന്നങ്ങൾ, അമേരിക്ക ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി കൊടുക്കുക കൃഷിക്കാർക്ക്. ലോകത്ത് ഏറ്റവും കൂടുതൽ സബ്സിഡി അവിടെയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ സീറോ ഡ്യൂട്ടിയും കൂടി ആയി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്താൽ നമ്മുടെ കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെ വരും? തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾക്ക് കുഴപ്പത്തിലേക്ക് പോകും. ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് 3 പേരും ഡിസ്കഷൻ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇതാണ് എനിക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയണം. അതുകൊണ്ട് ഇത് തൊഴിലാളിക്ക് വേണ്ടിയുള്ള ഭേദഗതിയല്ല, ഡൂയിങ് ബിസിനസ് ഈസി എന്ന് പറഞ്ഞ് ടാറ്റ, ബിർള, അംബാനി, അദാനി, അതുപോലെ L&Tയുടെ ചെയർമാൻ 90 മണിക്കൂറാക്കണം. എല്ലാ ദിവസവും തൊഴിലാളി ഭാര്യയുടെ മുഖത്ത് നോക്കി പോയി വീട്ടിലിരിക്കേണ്ട കാര്യമുണ്ടോ?
യന്ത്രത്തിൻ്റെ അടുത്ത് വന്നിരുന്നാൽ പോരെ എന്നാണ് അദ്ദേഹം കളിയാക്കിക്കൊണ്ട് ചോദിച്ചത്. നാരായണമൂർത്തി പറഞ്ഞത് എന്താ വെച്ചാൽ 60 മണിക്കൂറാക്കണമെന്നാണ്. ഒറ്റ ഗുണം ഉണ്ടായിട്ടുണ്ട്, 48 മണിക്കൂറിൽ റെസ്ട്രിക്റ്റ് ചെയ്തു ആഴ്ചയിൽ, അത് മാറ്റിയില്ല. എന്നാൽ പ്രൊവൈഡഡ് 8 മണിക്കൂർ എന്നുള്ള എടുത്ത് കാട്ടിക്കളഞ്ഞിട്ട് 12 മണിക്കൂർ വരെ തൊഴിലുടമയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം. 100 തൊഴിലാളി ഉണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഫാക്ടറീസ് ആക്ട്, ID ആക്ട് എല്ലാം ബാധകമാക്കണം. അതിന് 300 തൊഴിലാളി ഉണ്ടെങ്കിൽ ബാധകമാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 75% വർക്കേഴ്സും ID ആക്ടിൻ്റെ കവറേജിൽ നിന്ന് പുറത്തു പോകും. എന്താ സ്റ്റാറ്റ്യൂട്ടറി ഉണ്ടാവുക? 100, 300 ആയി കഴിഞ്ഞാൽ HMT ആദ്യം പോകും, ഹിൻഡാൽക്ക് പോകും. ഇന്ത്യയിൽ എത്ര ഇൻഡസ്ട്രി പോകും? ഇനി മിനിമം വേജസ്, ഫ്ലോർ ലെവൽ വേജസ് ആയി കഴിഞ്ഞാൽ കിട്ടാതെ പോകുന്നത് എന്താ വെച്ചാൽ ഒരു 45% പേർക്ക് കിട്ടും. നേരത്തെ ഉള്ളതല്ല, 93-100% പേർക്കും കിട്ടില്ല. കാരണം ഷെഡ്യൂൾഡ് ഇൻഡസ്ട്രിക്കാണ് അത് ബാധകമാവുക. അല്ലാത്ത ഏത് സ്ഥാപനത്തിനാണ് നിങ്ങൾ പറയുന്നത് നിർമ്മാണ തൊഴിലാളിക്ക് ബാധകമാവോ, ചുമട്ടുതൊഴിലാളിക്ക് ബാധകമാവോ? അവൻ വിലപേശിയൊരു കരാറുണ്ടാക്കിയാവും, ഒരു ഫ്ലോർ ലെവൽ വേജസും ബാധകമാവില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നും അത് പഠിച്ചതെന്നും എനിക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്. മറിച്ച് ബോധ്യമായി കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ തിരുത്താം. താങ്ക് യു സർ. ഇനി രാജീവ് സാറിനോടാണ്. സ്വാഭാവികമായും ഏതൊരു തൊഴിൽ നിയമങ്ങളും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. ചരിത്രം നമ്മളോട് അങ്ങനെയാണ് പറയുന്നത്. അത് മിനിമം വേജസ് ആയാലും എന്തായാലും. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ലേബർ കോഡുകൾ തൊഴിലാളി വിരുദ്ധമാണ് എന്നും അതോടൊപ്പം കോർപ്പറേറ്റുകൾക്ക് സഹായകരമാണ് എന്നും പൊതുവേ പറയപ്പെടുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഇതിൻ്റെ ഒരു ലേബർ കോഡിൻ്റെ പുതിയ ഒരു പശ്ചാത്തലത്തിൽ അങ്ങ് വിശദീകരിക്കുമെന്ന് വിചാരിക്കും. ഇപ്പോൾ എൻ്റെ പൊതുവായ ഒരു അഭിപ്രായം, ഇതിൻ്റെ രാഷ്ട്രീയം എന്നൊരു സബ്ജക്റ്റ് വെച്ചുകൊണ്ടായിരിക്കും നമ്മളെ BMS പ്രതിനിധിൻ്റെ രാഷ്ട്രീയം പറഞ്ഞത്. സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ. അല്ലാതെ നമ്മളെ സംബന്ധിച്ച് ഒരു കോർപ്പറേറ്റിന് കുറച്ച് അനുകൂലമായിട്ടോ സൗകര്യപ്രദമായിട്ടോ ഒരു നയം ഉണ്ടാവുന്നതിന് നമ്മൾ എതിരൊന്നുമല്ല. കോർപ്പറേറ്റുകളെ മുഴുവൻ ഒഴിവാക്കി ഈ രാജ്യത്ത് വികസനം നടപ്പാക്കാമെന്ന് നമ്മൾ കരുതുന്നില്ല. പക്ഷേ ഈ കോർപ്പറേറ്റുകൾ ഉണ്ടാക്കുന്ന വികസനം ഈ രാജ്യത്തിനും ഇതിലെ തൊഴിലാളികൾക്ക് ഉപകരിക്കണം. അവർക്ക് മാത്രം വളർച്ചയും മറ്റുള്ളവരൊക്കെ താഴേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇപ്പം നമ്മൾ വിശദമായിട്ട് ഈ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് 1-2 കാര്യം ഞാൻ പറയാം. ഈ സമരത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ഈ സമരം ചെയ്യുന്നത് ഇറസ്പോൺസിബിൾ ആറ്റിറ്റ്യൂഡാണെന്നുള്ള രീതിയിലാണ് ഇവിടെ വിശദീകരിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, 2014 UPA ഗവൺമെൻറ് പോകുന്നവരെ നമ്മൾ സമരം ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഇന്നലെ വരെ ഞാനൊരു സമരം ചെയ്തു. നാളെ ഞാൻ ആ സമരം നിർത്തണമെങ്കിൽ ഒന്നുകിൽ ഞാൻ ആവശ്യപ്പെട്ട ഡിമാൻഡുകളിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്താണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങളൊന്ന് പരിശോധിക്കാം എന്ന് പറയണം. ഇവിടെ അതല്ല അവസ്ഥ. നിലവിലുള്ള ഡിമാൻഡുകളൊക്കെ തുടരുകയും കൂടുതൽ പ്രയാസങ്ങളുടെ ആ ഡിമാൻഡുകൾ നമുക്കൊരു കൂടുതൽ ഡിമാൻഡ് അതിന് വരികയും ചെയ്യും. ആ സമയത്തും നമ്മൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റെ ന്യായീകരണം പറഞ്ഞ ആൾക്കും ബോധ്യം ഉണ്ടാവില്ല എന്നെനിക്കറിയാം. അത് ഞാനത് അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. പിന്നെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ പല കാര്യങ്ങൾ ആകെ ഇതിലൊരു വാചകം കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നത്, ഒരുപാട് നിയമങ്ങളുള്ളത് കൺസോൾഡേറ്റ് ചെയ്താൽ പ്രയാസങ്ങൾ കുറയും എന്നൊരു പ്രസ്താവന നമുക്ക് വേണേൽ എതിർക്കാൻ പറ്റൂല. ഒരു ബുക്ക് നോക്കിയാൽ പോരെ, ഒരു ആക്ട് വായിച്ചാൽ പോരെ. അതുകൊണ്ട് എന്താണ് നമുക്ക് നേട്ടമുള്ളത്? ഇപ്പോൾ ഇവൻ വേജ് കോഡ് പറയുന്നുണ്ട് ലഘൂകരിച്ചു എന്നുള്ളത്. അല്ല, ഈ ലഘൂകരണം ഉണ്ടായപ്പോൾ വേജ് കോഡ് എല്ലാത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും. അങ്ങനത്തെ സമയമില്ലാത്തതുകൊണ്ട് വേജ് കോഡ് നമുക്ക് എങ്ങനെയായിരുന്നു ഇന്നലെ ഒരു ശമ്പളം കിട്ടിയത് അല്ലെങ്കിൽ വേജ് കിട്ടിയത്? ഒന്ന് നമ്മളെ മിനിമം വേജസ്, അത് നമ്മളെ 48 ആക്ട് പ്രകാരം. പിന്നെ നമുക്ക് ലിവിങ് വേജ് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ഈ ലിവിങ് വേജ് കിട്ടിയത് ആർട്ടിക്കിൾ 43 പ്രകാരം നമുക്ക് ഭരണഘടനയിൽ മാന്യമായി ജീവിക്കാനുള്ള വേതനം തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം വേതനം നേടിയെടുത്തോലാരൊക്കെ അവിടെ ജഡ്ജിമാർ നേടിയെടുത്തിട്ടുണ്ട്. IAS, IPS, കോളേജ് അധ്യാപകർക്കൊക്കെ ഈ വേതനം മിനിമം ഡീസൻറ്റ് വേജ് എന്ന നിലയ്ക്ക് സർവീസ് തീരുന്നവരെയും സർവീസ് തീർന്നാൽ അതേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തുടരാൻ വേണ്ടി പെൻഷനും അവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? പിന്നെയാണ് നമ്മൾ ഒന്ന് ഫെയർ വേജ് പറയുന്നത്. ഈ ഫെയർ വേജ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത്
നമ്മൾ ഈ ID ആക്ടിൻ്റെ ഒക്കെ പരിധിയിൽ നിന്ന് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് നമ്മൾ ട്രൈപാർട്ടൈറ്റ് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മളെ വിലപേശൽ ശക്തി, ആ വിലപേശൽ ശക്തി നഷ്ടപ്പെട്ടാൽ നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ ഇപ്പോൾ മിനിമം വേജസ് അതിലൊരു ഭാഗമാണ്. ഇപ്പം രണ്ടാമത് മിസ്റ്റർ ഗോപിനാഥ് പറഞ്ഞ മാതിരി ഈ മിനിമം വേജസിൽ നമ്മൾ പണ്ട് 680 എത്ര സെക്ടർ ഉണ്ട് മിനിമം വേജസ് കേരളത്തിൽ അല്ലേ? ഹോസ്പിറ്റലായാലും മെഡിക്കൽ ഷോപ്പ് ആയാലും ഷോപ്സ് ആയാലും അങ്ങനെ തുടങ്ങി ഒരുപാട് സെക്ടറിന് മിനിമം വേജസ് സെപ്പറേറ്റ് നമ്മൾ കാണുമായിരുന്നു. ഇപ്പം അത് മുഴുവൻ മാറ്റിയിട്ട് അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സ്കിൽഡ്, ഹൈലി സ്കിൽഡ് എന്ന് പറഞ്ഞ 4 കാറ്റഗറി ആക്കി മാറ്റുക. ഈ കാറ്റഗറി ആക്കി മാറ്റിയിട്ട് ഈ പറയുന്ന ആൾക്കാർ പറയുന്നത് എനിക്ക് മനസ്സിലാവത്തോണ്ടാണ് ചോദിക്കുന്നത്. സെൽവരാജിന് എന്തെങ്കിലും പറഞ്ഞ് എനിക്കത് മനസ്സിലാക്കി തരാൻ പറ്റുമെങ്കിൽ, ഞാൻ ഒരുപാട് അതിനെപ്പറ്റിയൊക്കെ നോക്കിയിട്ടുള്ള ആളാണ്. അപ്പം പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും മിനിമം സന്തോഷം തന്നെ. അവിടെ ഈ മിനിമം വേജ് വരുന്നതിന് പറഞ്ഞ ഏറ്റവും വലിയ കണ്ടീഷൻ നോട്ട് ബിലോ ഫ്ലോർ വേജസ് ആണ്. an amount not below floor. ഈ ഫ്ലോർ വേജസ് എത്രയാ? 202 നോട്ടിഫൈ ചെയ്ത് 222 എന്ന് ഗോപിനാഥ് പറഞ്ഞത് അത് നോട്ടിഫൈ ചെയ്തിട്ടില്ല എന്ന് എൻ്റെ അറിവ്. 202 BV ഗിരി നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ ഒരുപാട് പഠനത്തെ പറ്റി പറഞ്ഞു. അവസാനം 176 ഫ്ലോർ വേജ് ആയപ്പം BV ഗിരി നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. അവർ പഠിച്ചിട്ട് 400 ശുപാർശ ചെയ്തു. അത് ഗവൺമെൻറ് കൊട്ടയിലെറിഞ്ഞു. ഗവൺമെൻറ് കൊട്ടയിലെറിഞ്ഞ് ഏകപക്ഷീയമായിട്ട് ചെറിയ ഇപ്പം സ്ഥിതി എന്താ? സുപ്രീം കോടതി ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 2017 മിനിമം വേജ് കൊടുക്കണമെന്നൊരു ഓർഡർ ഇട്ടു അല്ലേ? ഈ മിനിമം വേജിന് കേരളത്തിൽ 369 കിട്ടുന്ന തൊഴിലാളിക്ക് ഈ ഇവരെ മിനിമം വേജ് ഫ്ലോർ വേജിന് തുല്യമായ ഫ്ലോർ വേജിന് താഴെ പോകാൻ പാടില്ല എന്ന്. അപ്പോൾ ഈ 369 നാളെ ഉണ്ടാവുന്ന വല്ല ഉറപ്പുണ്ടോ? ഇത് നമുക്ക് നിലവിലുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ സംരക്ഷിച്ച് നിർത്താൻ മുമ്പുണ്ടായിരുന്ന നിലവിലുള്ള ആക്ടിനെ ഇപ്പം കൂടുതൽ ശക്തമാക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ശക്തി ഇല്ലാതെയാവുക ചെയ്ത് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ മറ്റ് കാര്യങ്ങൾ ഇപ്പം നമ്മൾ പറയുകയാണ് ഒരു സ്ഥാപനത്തിൽ 10,000 തൊഴിലാളികളുണ്ട്. അതിൽ 9,701 തൊഴിലാളി ഫിക്സഡ് ടൈമും താൽക്കാലികവുമാണ്. 299 തൊഴിലാളി മാത്രമേ സ്ഥിരം തൊഴിലാളി ഉണ്ടാവുള്ളൂ. ആ കമ്പനിക്ക് ലേബർ ലോസ് ബാധകമാണോ? അല്ല. 300 സ്ഥിരം തൊഴിലാളി ഉണ്ടാവണം. 300 സ്ഥിരം തൊഴിലാളി ഇല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പം കോൺട്രാക്ടറാണ് കോൺട്രാക്ട് എംപ്ലോയി സപ്ലൈ ചെയ്യുന്നത് അല്ലേ? നമുക്ക് ഇപ്പോൾ ആർട്സ് കോളേജിന് കുറച്ച് കോൺട്രാക്ട് കരാർ തൊഴിലാളികൾ വേണമെങ്കിൽ ഏതെങ്കിലും കോൺട്രാക്ടറെ സമീപിക്കുക. ഇനി അത് വേണ്ട, ആർട്സ് കോളേജിന് ഡയറക്റ്റായിട്ട് ഫിക്സഡ് ടൈം എംപ്ലോയിനെ വെക്കാം. 2 കൊല്ലത്തേക്ക് 1 കൊല്ലത്തേക്ക് വിത്ത് കോൺട്രാക്ടർ ഇല്ലാതെ കോൺട്രാക്ട് എംപ്ലോയിനെ ഇവിടെ വെക്കൂ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു 30 കൊല്ലം കിട്ടുന്ന 55 വയസ്സോ 60 വയസ്സുള്ള ജോലി വേണോ, അല്ല 1 കൊല്ലം പണിയെടുത്തിട്ട് ഗ്രാറ്റുവിറ്റി വേണോ വെച്ചാൽ ആരെന്ത് ഉത്തരം പറയും? അപ്പം പറയുന്നതാ 1 കൊല്ലം ജോലി ചെയ്താൽ ഗ്രാറ്റുവിറ്റി കിട്ടൂല എന്ന് ചോദിക്കുന്നത്. 15 ദിവസം ക്യാഷ്. അപ്പോൾ 1 കൊല്ലം ഗ്രാറ്റുവിറ്റി കിട്ടി ഞാൻ ഹാപ്പി ആയിരിക്കും എന്നാണോ പറയുന്നത്? എനിക്ക് സ്ഥിരം ജോലി വേണ്ട. ഈ ഫിക്സഡ് ടൈമുകാരന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കാണിച്ച് പിന്നെ വേറൊരു വലിയൊരു ചതി ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞു നിൽക്കുന്നത്. VMS ക്ലാരിഫൈ ചെയ്താൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് ലേബർ ലോ ബാധകമല്ല. ഇപ്പം കോട്ടക്കൽ ആരുശാല, നമ്മളെ അത്തോളിയുള്ള മെഡിക്കൽ കോളേജ്, മലബാർ ദേവസ്വം ബോർഡ്, ഇവിടെ അത്തോളി ഒരു മെഡിക്കൽ കോളേജില്ലേ, മലബാർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രകാരം രജിസ്റ്റർ ചെയ്ത് ഇവർക്ക് ID ആക്ടോ ഒരു ലേബർ ലോ ബാധകമല്ല. അപ്പോൾ അവിടെ ഡിമാൻഡ് നോട്ടീസ് ഇല്ല, സ്ട്രൈക്ക് ഇല്ല, ഒരു സാധനമില്ല. ഇതൊക്കെ പോട്ടെ, ഗിഗ് വർക്കേഴ്സിന് സോഷ്യൽ സെക്യൂരിറ്റി നടപ്പാക്കിയെന്ന് പറഞ്ഞു. ഞാൻ അംഗീകരിച്ചു. അതിൻ്റെ മോഡാലിറ്റീസ് എന്താ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുതലാളി, ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് അല്ലേ? സ്ഥിരമായ പെർമനൻറ്റ് നേച്ചറുള്ള ഒരു ജോലിക്ക് താൽക്കാലിക ജീവനക്കാരനെ വെക്കരുത് എന്ന് നമുക്ക് 3 അറിയാമല്ലോ. അങ്ങനെ നിയമം നാട്ടിലുണ്ട് ഇത്. എന്നിട്ട് ഞാൻ ജോലി ചെയ്ത് കേരള ഗ്രാമീൺ ബാങ്കിലാണ്. 35 വർഷമായ കേരള ഗ്രാമീൺ ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരുണ്ട് സ്ഥിരം പോസ്റ്റിന്. അതുപോലെ ഇവിടുത്തെ എയർപോർട്ടിൽ എനിക്ക് യൂണിയൻ ഉണ്ട്.
അവിടെ 25-30 വർഷമായ താൽക്കാലിക നിയമം ഉള്ളപ്പോൾ തന്നെ ഇവർ ഈ നിയമം വയലേറ്റ് ചെയ്ത് സ്ഥിരപ്പെടുത്താണ്ട് കൊണ്ടുപോകുമ്പോൾ നാളെ ഗിഗ് വർക്കേഴ്സിന് ഞങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി തരും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുക? ഇത് തന്നിട്ടില്ലെങ്കിൽ നമുക്കാകെ നമ്മളെ മുന്നിലുള്ള ഓപ്ഷൻ സ്ട്രൈക്കാണ്. ഒരു ലീഗൽ സ്ട്രൈക്ക് ഇവിടെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? സ്ട്രൈക്ക് ചെയ്യുമ്പോൾ മുമ്പിപ്പോൾ ഞാനും മാനേജ്മെൻറ്റുമായിട്ട്, ഞാനൊരു തൊഴിലാളി സംഘടനയാണെങ്കിൽ ഞാൻ മാനേജ്മെൻറ്റ് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഞാൻ മാനേജ്മെൻറ്റിന് നോട്ടീസ് കൊടുത്ത് എനിക്ക് സ്ട്രൈക്കിന് പോവാം. നമ്മൾ സാധാരണ ഇത് ലേബർ കമ്മീഷന് കൊടുക്കുന്ന എന്തിനാ? പ്രോപ്പറായിട്ട് ഒരു ചർച്ച വേദി ഉണ്ടായി ഇത് തീരണം എന്ന് വിചാരിച്ചിട്ടാ. കമ്പൽസറി അല്ല. ഞാനൊരു സമരം ചെയ്യുമ്പം, എൻ്റെ യൂണിയൻ സമരം ചെയ്യുമ്പം ഞാൻ ലേബർ കമ്മീഷണർക്ക് നോട്ടീസ് കൊടുക്കണമെന്ന് ഒരു നിയമവും നാട്ടിലില്ല. പക്ഷേ പുതിയ നിയമത്തിൽ ഞാൻ ലേബർ കമ്മീഷണർക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം. പണ്ട് അവശ്യ സർവീസിന് മാത്രം 14 ഡേയ്സ് നോട്ടീസ് മതിയായത്, എല്ലാ സമരങ്ങൾക്കും 14 ഡേയ്സ് നോട്ടീസ് വേണം. ഞാൻ ലേബർ കമ്മീഷണർക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം. അത് കിട്ടിയാൽ ലേബർ കമ്മീഷണർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കണം. ഈ ചർച്ച കൺസിലിയേഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമരം ചെയ്താൽ സമരം ഇല്ലീഗലാണ്. ഇല്ലീഗൽ സ്ട്രൈക്ക് ഇത്. ആ സ്ട്രൈക്കിന് പോയാൽ ആ തൊഴിലാളിക്ക് 1 മാസത്തെ തടവ് വരെ ശിക്ഷിക്കാം. അതുപോലെ ആ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ ഞാൻ പോയാൽ എൻ്റെ പേരിൽ കേസെടുക്കാം. അതിന് 100 രൂപ സംഭാവന കൊടുത്താൽ സംഭാവന കൊടുത്തവൻ്റെ പേരിൽ കേസെടുക്കാം. അത് അങ്ങനെ സമരം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നോട്ടീസ് കൊടുത്ത് സമരം ചെയ്യുമ്പോൾ എന്താ, 8 ഇല്ലീഗലെ പ്രയോഗിച്ചാൽ 1 ദിവസം സമരം ചെയ്താൽ 8 ദിവസത്തെ ശമ്പളം പിടിക്കാം. പിന്നെ നമ്മൾ മുമ്പ് ലേബർ കമ്മീഷൻ എടുത്തൊരു ചർച്ച പരാജയപ്പെട്ടതിൻ്റെ പ്രൊസീജിയർ എന്താ, ഇത് ഗവൺമെൻറ്റിലേക്ക് പോയാൽ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കും. ഇതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ നോക്കി ഈ ഇഷ്യൂ അഡ്ജുഡിക്കേഷന് എലിജിബിളായ ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് ഒരു ലേബർ കോർട്ടിലേക്കോ പ്രോപ്പർ ഫോറത്തിലേക്കോ അതിനൊരു 8-9 മാസം സമയമെടുക്കും. നമുക്ക് ഇഷ്ടം പോലെ സമരം ചെയ്യാം. ഇപ്പം എന്താ അവസ്ഥ? ഈ ഡിസ്കഷൻ പരാജയപ്പെട്ടാൽ ആ പരാജയപ്പെട്ടതിൻ്റെ കോപ്പി സമയമായോ? ഒരു മിനിറ്റോട് നിർത്താം. ആ പരാജയപ്പെട്ടതിൻ്റെ കോപ്പി തൊഴിലാളി യൂണിയനും മാനേജ്മെൻറ്റിനും കൊടുക്കും. എന്നിട്ട് നമ്മൾ നേരെ വേഗം കോടതിയിൽ പോകണം. നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും വന്നതാണെങ്കിൽ മുതലാളി എന്ത് ചെയ്യും? ആദ്യം കോടതിയിൽ പോകും. അപ്പം എന്താവും? ഈ കൺസിലിയേഷൻ പ്രൊസീഡിങ്സ് തുടങ്ങിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ അവസ്ഥയിൽ ഒരു ലേബർ കോർട്ടിൽ ഒരു കേസ് കയറിയാൽ നമ്മൾ റിട്ടയർ ചെയ്ത ആ കേസ് തീരുമോ? അതുകൊണ്ട് ലീഗൽ സ്ട്രൈക്ക് പ്രാക്ടിക്കൽ അല്ലാതെയായി ഈ ലേബർ കോഡോട് കൂടി. പിന്നെ നമുക്ക് ഇല്ലീഗൽ സ്ട്രൈക്ക് ചെയ്യാം. നമ്മൾ ജയിലിൽ പോകാൻ തയ്യാറാവാം. നമ്മൾ 1 ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ 8 ദിവസത്തെ ഇത് നഷ്ടപ്പെടുത്താൻ നമുക്ക് പറ്റാം. പിന്നെ എല്ലാവരും ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് പണി തുടങ്ങിയാൽ യൂണിയനും പൂട്ടി നമുക്ക് വിട്ടുപോവാം. അല്ലേ? ഫാക്ടറീസ് ആക്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന ചെറിയ യൂണിറ്റുകൾക്ക് 10 എംപ്ലോയി ഉള്ളത് 20 എംപ്ലോയി ആയി. ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാത്തതിന് 20 എംപ്ലോയി ഉള്ളത് 40 എംപ്ലോയി ആയി. ഇപ്പം തന്നെ 7% ഉള്ളൂ സംഘടിത തൊഴിലാളി മേഖലയിൽപ്പെട്ട്. അവസാനം ഇനി 5% താഴേക്ക് പോകും. ഒരു സംശയവും വേണ്ട. 300 ആളെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥലത്ത് സ്ഥിരം. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് സ്റ്റീൽ കോംപ്ലക്സിൽ 10,000 തൊഴിലാളികളുണ്ടായിരുന്നു. അവസാനം അത് പൂട്ടാനായി നോക്കുമ്പോൾ മനസ്സിലായത് 36 ആളോ 40 ആളോ സ്ഥിരം തൊഴിലാളികൾ. അപ്പോൾ അതിന് ലേബർ ലോ ബാധകമല്ല. ഓൻ എപ്പോൾ വേണേൽ അടച്ചു പൂട്ടിപ്പോവാ, ഗവൺമെൻറ് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ അത്തരം വളരെ ഗുരുതരമായ വിഷയങ്ങളുണ്ട്. അത് ഞാൻ അവിടെ നിർത്തുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, ലോകത്ത് ഏറ്റവും കൂടുതൽ നിയമങ്ങൾ തൊഴിലാളികൾക്ക് അനുകൂലമായി പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു രാജ്യമാണ് ഇന്ത്യ. അറിയാമോ? നിങ്ങൾ അതിനെപ്പറ്റി പറയുന്നല്ലോ, ഗവൺമെൻറ് ചർച്ച ചെയ്തില്ല. ILO പോലുള്ള ഉയർന്ന വേദികളിലൊക്കെ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ നേതാക്കൾ പോയി വളരെ അഭിമാനത്തോടു കൂടി ഒരു കാലത്ത് പറഞ്ഞിരുന്ന കാര്യമാണ് എന്ത്, ഞങ്ങളെ രാജ്യത്തിലേക്ക് നോക്കൂ, അവിടെ ഇത്ര കടലാസ് വരുന്നുണ്ടല്ലേ ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അധികം കൂടുതൽ സമയം തരികയാണെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരുപാട് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമുക്കിതിൻ്റെ മെറിറ്റും നമ്മൾ സമരത്തിന് പോകുമ്പോൾ നമ്മൾ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ചെയ്തു വെച്ചാൽ പിന്നെ നമ്മളതിൽ ഒരു നിലപാടെടുക്കുന്ന ഭരണഘടന അംഗീകരിക്കുന്നവനും ഇല്ലാത്തവനും ഇന്ത്യ രാജ്യത്തുണ്ട്.
അതുപോലെ ലേബർ കോഡ് ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിലും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത സ്ഥിതിക്ക് എൻ്റെ ജോലി എന്താ, അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എൻ്റെ തൊഴിലാളികൾക്ക് കൂടുതൽ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. അതിനാണ് ഇപ്പോൾ നമ്മൾ കൂട്ടായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാനിതിൻ്റെ എൻ്റെ ആമുഖം തന്നെ വേണ്ട രൂപത്തിൽ പറയാത്തതിൻ്റെ കാരണം സമയത്തിൻ്റെ പരിമിതിയാണ്. എന്നിരുന്നാലും ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ ആക്ടിന് ശേഷം ട്രേഡ് യൂണിയൻ്റെ അവസ്ഥ, നിങ്ങൾ 3 പേരും 3 തരത്തിലുള്ള ട്രേഡ് യൂണിയൻ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ്. അതിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? അതിങ്ങനെ ഇപ്പം കാണുന്ന തരത്തിലെങ്കിലും നിലനിൽക്കുമോ? എന്താണ് അഭിപ്രായം? BMS സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തൊഴിലാളികളെ കൺവേഴ്സ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അവർക്ക് ഞങ്ങൾ വരുന്ന ഈ ലേബർ കോഡ് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് അവർക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൺവേഴ്സ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന നിയമങ്ങൾ ഇതിൽ ഇപ്പോഴും ഞങ്ങൾ ശുഭപ്രതീക്ഷയുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ നിയമത്തിലും ഒക്യുപേഷൻ നിയമത്തിലും കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തി കേന്ദ്ര ഗവൺമെൻറ് അതിൽ ഇടപെടുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അത് ഞാൻ ഈ വേദിയിലും അറിയിക്കുകയാണ്. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ സാറിന് പാസ് ചെയ്യുന്നു. എന്താണ് ട്രേഡ് യൂണിയൻ്റെ? ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇതെല്ലാം ഉണ്ട്. സമയപരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. ട്രേഡ് യൂണിയൻ്റെ പ്രസക്തി പരിമിതപ്പെടുകയാണ്. പൂർണ്ണമായി ഇല്ലാതെ പോകുന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അതെല്ലാം ഇനിയും ലെജിസ്ലേച്ചറിൽ BJP മാത്രമായിരിക്കില്ലല്ലോ അധികാരത്തിലുണ്ടാവുക. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 59 സീറ്റ് നഷ്ടപ്പെട്ട് അവസാനം കേവല ഭൂരിപക്ഷം ഇല്ലാതെ വിഷമിച്ച് NDA വികസിപ്പിച്ചാണ് കഷ്ടിച്ച് ഭരണം നിലനിർത്തുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ ധൈര്യമായി ഇത് കുറേ കാലമായി ചർച്ചയല്ലായിരുന്നു, പെൻഡിങ്ങിൽ വെച്ചതാണ്. ഇന്ത്യയിൽ 5 പണിമുടക്ക് ഇതിനെതിരായിട്ട് വന്നു. അത് ട്രേഡ് യൂണിയനുകളുടെ ശക്തി കൊണ്ടാണ്. അതുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ പ്രസക്തമായി തന്നെയാണ്. പക്ഷേ വളരെ പെട്ടെന്ന് നവംബർ 21-ന് വിജ്ഞാപനം ചെയ്യാനുള്ളൊരു ധൈര്യം BMS-നുണ്ടായത് SIR വഴി BJP ബീഹാറിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വന്നു. അതോട് ഇനിയൊന്നും നോക്കാനില്ല എന്നുള്ള മട്ടിലാണ് ഇത് വളരെ പെട്ടെന്ന് കൊണ്ടുവന്നത്. അതിനെ ഭയങ്കരമായി നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. എല്ലാ സ്ഥലത്തും ബദൽ മാർഗങ്ങൾ ആലോചിക്കും. ഇപ്പോൾ ട്രേഡ് യൂണിയൻ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു കാലത്ത് നിയമമൊക്കെ ഉണ്ടായിട്ടാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തൊഴിലാളി ഉണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻ ഉണ്ടാവും. അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ആനയ്ക്ക് ആനയുടെ വില മനസ്സിലാവുക എന്ന് പറഞ്ഞത്. അതിലേക്ക് വരികയാണ് പതുക്കെ. അപ്പം അതിനെനിക്ക് പറയാനുള്ളത്, ഇപ്പം മാരുതിയിൽ നടന്നൊരു സമരം, തൊഴിലാളികൾ അജിറ്റേറ്റഡായി ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടപ്പോൾ ആ തൊഴിലാളി എങ്ങനെയാണ് പുതിയ മാരുതിയിൽ GM കൊല്ലപ്പെടുന്നൊരവസ്ഥയുണ്ടായി. ഒരു തൊഴിലാളിയും ക്രിമിനലല്ല, ഒരു തൊഴിലാളിയും പുറമേ നിന്ന് വന്നതല്ല. അവരെ ആത്മരോഷം തടഞ്ഞു നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളും. ഇപ്പോൾ ഇതിൽ ട്രേഡ് യൂണിയൻ്റെ പ്രസക്തി നഷ്ടപ്പെടും എന്ന് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ സോൾ ബാർഗെയിനിങ് ഏജൻറ്റിന് മാത്രമേ ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് 51% വേണം. ഈ 51% നമുക്ക് മെജോറിറ്റി ഇല്ലെങ്കിൽ പിന്നെ വരുന്നത് നെഗോഷിയേറ്റിംഗ് കൗൺസിലാണ്. ഈ നെഗോഷിയേറ്റിംഗ് കൗൺസിലിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം എന്താ അറിയോ? നെഗോഷിയേറ്റിംഗ് കൗൺസിലിൽ 20% തൊഴിലാളികളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കൗൺസിൽ മെമ്പറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 39% തൊഴിലാളികളെ റെപ്രസെൻ്റ് ചെയ്യുന്നവന് എത്ര ഉണ്ടാവും? ഒരു കൗൺസിലർ മെമ്പറേ ഉണ്ടാവും. 41% 2 ഉണ്ടാവും. ഈ കൗൺസിലിലെ മാനേജ്മെൻറ്റ് പ്രതിനിധിയും കൗൺസിലിലെ ഭൂരിപക്ഷമുള്ള ആൾ കൂടി തീരുമാനിച്ച അവൻ എന്ത് വേണേൽ ചെയ്യാം. അപ്പം ഒരു മൈനോറിറ്റി യൂണിയൻ പ്രസക്തമാണെങ്കിലും ട്രേഡ് ചേരാതെയും ക്യാൻസൽ മാനേജ്മെൻറ്റിൻ്റെ മാനേജ്മെൻ്റ് വെച്ചാൽ 20% ജീവനക്കാരെ നമ്മളെ ഇവിടുത്തെ അല്ല, നമ്മളിപ്പം ഇവിടെ കിഴക്കമ്പലം പോലത്തെ ഇപ്പം രാഷ്ട്രീയം ഇല്ലെങ്കിലും അധികാരത്തിൽ വരാമെന്ന് പറഞ്ഞ മാതിരി ഒരു ട്രേഡ് യൂണിയനായിട്ട് ബന്ധമില്ലെങ്കിലും നമുക്ക് നെഗോഷിയേറ്റിംഗ് കൗൺസിൽ യൂണിയൻ്റെ പ്രസക്തി ഇല്ല. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ട് യൂണിയനുകൾക്ക് പ്രസക്തി നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പോണത്. അപ്പം നമ്മളെ സംബന്ധിച്ച് അവസാന പോരാട്ടത്തിന് ഇറങ്ങുന്നവന് യൂണിയൻ എന്തിനാ, നിയമം എന്തിനാന്ന് ചോദിച്ചപ്പോൾ നമ്മൾ റോഡിൽ സമരം ചെയ്യുന്നതൊക്കെ നിയമം ഉണ്ടായിട്ടാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ ഒരു മോഡേൺ സൊസൈറ്റിയിൽ പോകേണ്ടത്. മോഡേൺ സൊസൈറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബഹുമാനായ സൂര്യകാന്ത് സാറ് കഴിഞ്ഞ ദിവസം
മിനിമം വേജ് ആവശ്യപ്പെട്ടുകൊണ്ട് ഗാർഹിക തൊഴിലാളികൾ കോടതിയിൽ ചെന്നപ്പോൾ അത് തള്ളിക്കളഞ്ഞിട്ട് ഈ ട്രേഡ് യൂണിയനാണ് ഈ രാജ്യത്ത് മുഴുവൻ കുഴപ്പമുണ്ടാക്കുന്നത്, ഈ ട്രേഡ് യൂണിയൻ അപകടമാണ്, അവർ പുരോഗതിക്കെതിരാണെന്നുള്ളത്. ഇത് നേരത്തെ പറഞ്ഞ L&T സുബ്രഹ്മണ്യം അതുപോലെ നാരായണമൂർത്തിയുടെയൊക്കെ ശബ്ദമാണ്. അതാണ് ഈ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? രസകരമായ ഒരു പോയിന്റ് വേറെ ഉണ്ട്. അതൊരു കാര്യം പറയാനുണ്ട്. ഇതേമാതിരി പണ്ട് മിനിമം വേജസ് തീരുമാനിച്ചപ്പോൾ ഈ ബോർഡ് തീരുമാനിച്ചെന്താ, ഒരാൾക്ക് ജീവിക്കാൻ 2700 കലോറി ഊർജം വേണം, അയാളെ ഭാര്യയ്ക്ക് 2700 വേണം, 2 മക്കൾ കൂടി 2700 കലോറി ഊർജം വേണം, 70 മീറ്റർ തുണി വേണം ആ കുടുംബത്തിന്, ഒരു പാർപ്പിടം വേണം. ഇത് മാത്രം കൺസിഡർ ചെയ്ത ഒരവസ്ഥയിൽ 82-ൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭക്ഷണവും പാർപ്പിടവും തുണിയും മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ആരോഗ്യം, അവൻ്റെ വിനോദം, ഇതിനു കൂടി പ്രൊവിഷൻ വെക്കണമെന്ന് ഇതേ സുപ്രീം കോടതി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 25% നമ്മൾ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രത്തിന് എത്രയാണോ കണക്കാക്കുന്ന മിനിമം പണം അതിൻ്റെ 25% അഡീഷണൽ കൊടുത്തിട്ടുള്ള രാജ്യമാണിത്. പക്ഷെ അത് എത്രമാത്രം എഫക്റ്റീവായിട്ട് കോടതികൾ പറഞ്ഞ ഉത്തരവ് മിനിമം വേജസ് ബോർഡുകൾ നടപ്പാക്കി എന്ന് നമുക്ക് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. തൊഴിലാളിയെ നിലനിർത്തുകയും പിന്നീട് സംരക്ഷിക്കുകയും വേണ്ട ഒരു എലിമെൻ്റ് കൂടി അതിനകത്ത് വരുന്നുണ്ട്. സാർ പറഞ്ഞതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 90-കൾക്ക് മുമ്പ് ഈ ലാൻഡും ടെനൻറ്റും തമ്മിലുള്ള കേസുകളുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കേസുകളിൽ 90-കൾക്ക് മുമ്പേയുള്ള കോടതി വിധികളൊക്കെ ടെനൻറ്റിന് അനുകൂലമാണ്, 90-കൾക്ക് ശേഷം വരുന്ന വിധികളൊക്കെ ലാൻഡ് ലോഡിന് അനുകൂലമാണ്. ഇത് കോടതികൾക്ക് സംഭവിക്കുന്ന അല്ല. അതെന്താണെന്നറിയോ, ഞാനൊരു റീജിയണൽ ലേബർ കമ്മീഷണർ എറണാകുളത്ത് നമ്മളൊരു ഇഷ്യൂ ആയിട്ട് ഡിബേറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ സാർ അവസാനം എന്നോട് പറഞ്ഞു, ഇനി മാനേജ്മെൻറ്റ് സംബന്ധിച്ചാൽ ഈ കരാർ ഞാൻ ഒപ്പിടൂല കേട്ടോ. ഇവർ കോൺഫറൻസ് വിളിച്ചിട്ട് ഡൽഹിയിൽ നിന്ന് പറയുന്നത് എന്താ അറിയോ, ഇമാതിരി ഗവൺമെൻറ് സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു സാധനം ഒപ്പിടാൻ പാടില്ല. അപ്പോൾ കേരളത്തിൽ പ്രോഫിറ്റബിളായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ അങ്ങനെ ഒരു കരാർ ഒപ്പിട്ടാൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ആൾക്കാർ ചോദിക്കും. അതുകൊണ്ട് ആ കരാർ മാനേജ്മെൻറ്റ് സംബന്ധിച്ചാൽ ഞാൻ ഒപ്പിടൂല. ഞാനീ പറഞ്ഞ പോയിന്റിൽ 90-കൾക്ക് മുമ്പ് സാമ്പത്തിക നയം മാറുന്നതോടൊപ്പം തന്നെ നിയമം മാറുന്ന മുമ്പ് തന്നെ കോടതികളുടെ ഓറിയൻറ്റേഷൻ മാറുന്നുണ്ട്. കോടതികളുടെ ഓറിയൻറ്റേഷൻ മാറുകയും നിയമം മാറുന്നതിന് മുമ്പ് തന്നെ ഈ തരത്തിലൊരു പാരസ്പര്യം ഇതിനകത്തുണ്ട്. Justice Kehar, whether a worker is permanent or trainee or temporary or badali, consider him as a worker. Whether he is doing permanent nature of wage work, he is eligible to get equal pay എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട വിധിയാണ്. അതിനുശേഷമാണ് ഈ തള്ളൽ നടന്നേക്കുന്നത്. മാറ്റം നേരത്തെ ഷായി സാർ പറഞ്ഞ പോലെ ഈ മാറ്റം വരുന്നത് അതിനുശേഷമാണ്. വലിയ മാറ്റം വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ വലതുപക്ഷമാണ്. വലതുപക്ഷത്തേക്ക് രാജ്യം കൂടുതൽ മാറുകയാണ്. അല്ല, അതിൻ്റെ അകത്ത് ഒരു സാമ്പത്തിക നയം മാറുന്നു, അതിനനുസരിച്ച് നിയമം മാറുന്നു എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല മാറുന്നത്, സമൂഹത്തിന്റെ അലകുംപിടിയും മാറുന്നു എന്നുള്ളത്. വലതുപക്ഷം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട. അല്ല, കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് വരുന്നു ഞാൻ ഈ പറഞ്ഞത്. തീർച്ചയായിട്ടും. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാൻ തോന്നുന്നു. എന്തെങ്കിലും സമയം പരിമിതമാണ്. യെസ്, താങ്ക് യു മാം. ചോദിക്കൂ. 2025 നവംബറിൽ പുതിയ ലേബർ കോഡുകൾ നിലവിൽ വന്നെന്ന് പറഞ്ഞല്ലോ. അത് അധ്യാപിക എന്ന നിലയിൽ അധ്യാപക സമൂഹത്തിന് ഏത് രീതിയിൽ ബാധിക്കുന്നു? വലിയൊരു ചോദ്യമാണ്, ചുരുക്കി പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ അത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്ന മേഖല ഏതാണെന്നുള്ളത്. അധ്യാപിക ആയതുകൊണ്ടാണ് ഞാൻ ഈ മേഖലയെ പറ്റി പ്രത്യേകിച്ച് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതിയോ? അല്ലാതെ നമ്മളിപ്പോൾ ഞാനത് ഒരിക്കലും സൂചിപ്പിച്ചു, നമ്മളെ ലിവിങ് വേജ് കിട്ടുന്ന ആൾക്കാരാണ് അധ്യാപികമാരൊക്കെ. നമ്മൾ ആർട്ടിക്കിൾ 43 അനുസരിച്ച് ഈ നാട്ടിൽ IAS IPS അങ്ങനെ അഫ്ലുവൻറ്റ് കാറ്റഗറി ഓഫ് ജോലിക്കാർക്ക് കിട്ടും. പക്ഷേ നിങ്ങളെ മേഖലയിൽ വരുന്ന പ്രശ്നം എന്താ അറിയോ, ഇനി കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ എത്ര ആളുടെ കൂടെ കോൺട്രാക്റ്റ്? ഇപ്പോൾ ഹൈസ്കൂളുകളിൽ അധ്യാപകൻ ഗസ്റ്റാണ്, അധ്യാപകൻ PTA പോസ്റ്റ് ചെയ്യുന്നതാണ്, അധ്യാപികയെ PTA പോസ്റ്റ് ചെയ്യുന്നു, ഗസ്റ്റ് അധ്യാപകരാണ്. അതിനിപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും സംസ്ഥാന ഗവൺമെൻറ് അതിന് വലിയ ഉത്തരവാദിയാണ്. അപ്പം നമ്മൾ ജോലി സ്ഥിരത നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. സ്ഥിരം ജോലി നമുക്കുണ്ടായി. ഇതിന് ഒരു പ്രചോദനമാണ് ഈ സംസ്ഥാന ഗവൺമെൻറ്റുകളും ഇത് കിട്ടിയത്. മോഡി ഗവൺമെൻറ് അത് ചെയ്താൽ അതിനെതിരെ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ് ലേബർ ലോ. മുമ്പും നമ്മൾ പറയാം, ഈ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആക്ട് പ്രകാരം സ്റ്റാൻഡിങ് ഓർഡർ 100 ജീവനക്കാരുള്ള സ്ഥലത്ത് നടപ്പാക്കിയാൽ മതി. പക്ഷേ കേരളത്തിൽ 50 ആൾക്ക് നടപ്പാക്കും, 50 ആളിലെടുത്ത് നടപ്പാക്കായിരുന്നു. കേരള ഗവൺമെൻറ് അതിന് ഇടപെടാൻ കഴിയും. പക്ഷേ നമ്മളിപ്പോൾ വാട്ടർ അതോറിറ്റി കയറി നോക്കിയാൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ കരാർ തൊഴിലാളിനെ അല്ലാണ്ട് കാണാനില്ല, ഉണ്ടോ?
ഇലക്ട്രിസിറ്റി ബോർഡിൽ നമ്മളെ വീട്ടിൽ വരുന്ന മീറ്റർ റീഡറൊക്കെ കംപ്ലീറ്റ് കരാർ തൊഴിലാളികൾ. ഈ കരാർവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പം അത് എല്ലാവരും ഒന്ന് നടപ്പാക്കുക. ഗവൺമെൻറ്റുകൾ ഇടതോ വലതോ ഉപയോഗത്തിന് അംഗീകരിക്കുമല്ലോ എന്നല്ല, നമ്മുടെ മുന്നിലുള്ള പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. ഇവിടെ നിങ്ങളുടെ മേഖലയിൽ നാളെ സ്ഥിരം തൊഴിൽ ആർക്കുണ്ടാവുക? കോൺട്രാക്റ്റല്ലേ വരും. ഇവിടെ ഇപ്പം നിലവിൽ അധ്യാപകന്മാരില്ലേ, ഒരുപാടുണ്ട്. പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും. അതിനുള്ള ഒരു ഇതില്ല. അതേസമയം അത് നമുക്ക് ഒരു സ്വതന്ത്രമായി അങ്ങനെ ചെയ്യാൻ കഴിയില്ല. സാധാരണ ട്രേഡ് യൂണിയനുകളെ പോലെ പൊളിറ്റിക്കൽ അഫിലിയേറ്റഡ് ആയിട്ട് വരാൻ പാടില്ല, അങ്ങനെയുണ്ട്. പക്ഷെ എന്നാലും ഈ നിയമങ്ങളെല്ലാം എല്ലാവർക്കും ബാധകമാണ്. ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് ഒക്കെ വരും, ELI സ്കീം വരും, എല്ലാം വരും. അതേപോലെ തന്നെ ട്രേഡ് യൂണിയൻ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞില്ലേ, അതൊക്കെ നാളെ ചാരിറ്റബിളിൻ്റെ പരിഗണനയിൽ വന്നാൽ ഈ ട്രേഡ് യൂണിയൻ നിയമമൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞാൽ മിനിമം വേജ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് വരും, എല്ലാ ഭാഗത്തേക്കും വരും അത്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ? യെസ്. ഹലോ, ഗിഗ് വർക്കേഴ്സിനെ കുറിച്ച് സാറ് പലരും സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഓൺലൈൻ ഒരുപാട് മേഖലകളുണ്ടല്ലോ, ഫുഡ് ഡെലിവറി കൂടാതെ തന്നെ ഓൺലൈൻ കണ്ടന്റ് റൈറ്റേഴ്സ് അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ലേബർ കോഡ് എങ്ങനെയാണ് ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സിനെ ഡിഫൈൻ ചെയ്യണേ എന്നുള്ളതാണ് ഒന്ന്. ഒരെണ്ണം കൂടെ, ഇവർക്ക് അതേപോലെ സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, വേജ് കോഡൊക്കെ ഈ ലേബർ കോഡിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സിൻ്റെ കേസിൽ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി തീരെ ഇല്ല, ഇനിയിപ്പോൾ വരും എന്നുള്ളതൊന്ന്. അതിന് പുറമേ ഈ ഹെൽത്ത് എൻവയോൺമെൻറ്റ്, വർക്കിംഗ് എൻവയോൺമെൻറ്റ് പ്ലസ് അവരുടെ ഈ ജെൻഡർ വേജ് ഗ്യാപ്പ് വളരെ വ്യക്തമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനൊക്കെ ഈ ലേബർ കോഡ് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണെന്നുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അല്ല, വേഗമായിട്ട് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം മേഖല ഇതുവരെ ഇന്ത്യയിൽ ഒരു തൊഴിൽ നിയമം ഇല്ല. അവർക്കൊരു റെഗുലറൈസേഷൻ അക്കാര്യത്തിൽ ഉണ്ടാവണമെന്ന് കണക്കാക്കിക്കൊണ്ട് രാജസ്ഥാൻ ഗവൺമെൻറ്റാണ്, BJP ഗവൺമെൻറ്റാണ് ആദ്യമായി ഒരു പോളിസി കൊണ്ടുവന്നു. പോളിസിയേ ഉള്ളൂ. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പോൾ കിലെ തന്നെ തയ്യാറാക്കി അവരെ വിളിച്ച് ചർച്ച ചെയ്തൊരു വലിയ ഇതൊക്കെ എല്ലാ ട്രേഡ് യൂണിയനുകളുമായിട്ട് വിളിച്ചിട്ട് ഞങ്ങളൊരു പ്രപ്പോസൽ കേരള ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നിയമവകുപ്പിലിരിക്കുകയാണ്, അത് പാസ്സായിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായി ഇന്ത്യയിൽ വരുന്ന മുഴുവൻ ഗിഗ് പ്ലാറ്റ്ഫോം മേഖലയെ, ഫുഡ് ഡെലിവറി, ട്രാൻസ്പോർട്ട് ഡെലിവറി, ഇങ്ങനെയുള്ളതിനെ മുഴുവനും ഇതിനകത്തേക്ക് പെടുത്തിയിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതേ ആശ്വാസമുള്ളൂ. വേഗമാണ്. അപ്പം നമുക്ക് പോലും ഒരു മറുപടി പറയാൻ പറ്റില്ല. എന്താണ് അവർക്ക് ഉണ്ടാവാൻ കഴിയുക, അവർക്ക് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഒന്നും ഒരു വ്യവസ്ഥയില്ല. അതാണ് പറയുന്നത്. പിന്നെ വേറൊരു അപകടം എന്താ വെച്ചാൽ, ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഇന്ത്യയിലൊരു നല്ല നിയമം ഉണ്ടായിരുന്നു, ഇൻഡർസ്റ്റേറ്റ് മൈഗ്രൻ്റ് ലേബർ ആക്ട്. ചോദ്യത്തിൽ വരുന്നതല്ല, 1979. അതിനി ഉണ്ടാവില്ല, അതെടുത്ത് കളഞ്ഞു, ഇതിനകത്തേക്ക് മെർജ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ടർക്ക് ഒരു ഗിഗ് ഒരു മൈഗ്രൻ്റ് ലേബറെ എൻഗേജ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അയാളെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏത് തൊഴിലുടമയ്ക്കോ കോൺട്രാക്ടർക്കോ വേണമെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ ലൈസൻസ് വേണം. ഇനി സ്പെഷ്യൽ ലൈസൻസ് വേണ്ട. ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ്, അതുപോലെ തന്നെ എവിടെ നിന്നാണ് റിസീവിങ് സ്റ്റേറ്റ് എന്ന് കണക്കാക്കിക്കൊണ്ട് അവർക്ക് ട്രെയിൻ യാത്ര, അവരുടെ ഭക്ഷണം, ഇതെല്ലാം പൈസയൊക്കെ കെട്ടിവെക്കണം എന്നൊക്കെയാണ്. ആരും ചെയ്യാറില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്ങനെ വേണമെങ്കിലും അവരെ ദുരുപയോഗപ്പെടുത്താം. അങ്ങനെ ഒരുപാട് അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. ആ കൺസെപ്റ്റിൽ നിലവിലുള്ള നിയമങ്ങൾ മൂലധന ശക്തികൾക്ക് ലാഭം അനിയന്ത്രിതമായി ഒഴുകാൻ എന്തെല്ലാം സൗകര്യം ഉണ്ടാക്കാൻ ഇനിയും വേണം എന്ന് കണക്കാക്കിക്കൊണ്ട് ആ ഭാഗത്തെല്ലാം തൊഴിലാളികളുടെ അവകാശങ്ങൾ എല്ലാം വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇതില്ലേ ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സിൻ്റെ ഒരു ടെക്നിക്കൽ ബുദ്ധിമുട്ടില്ല. ഗവൺമെൻറ് ഇതിന് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് പ്രഖ്യാപിക്കുമ്പോൾ ഇതിൻ്റെ കൺട്രോളിങ് അതോറിറ്റി ആരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? ഇപ്പം ഗിഗ് വർക്കേഴ്സ് ഓക്കെ, ട്രഡീഷണൽ ഇല്ലാത്ത എംപ്ലോയർ റിലേഷനിലെ എല്ലാവരും നമുക്കതിന് അൺഓർഗനൈസ്ഡ് മുഴുവൻ നമുക്കതിൽ പറയാം. പക്ഷേ ഈ പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഗിഗ് വർക്കേഴ്സിൻ്റെ ഒരു സബ്സെക്ഷൻ ഓൺലൈനിൽ മാത്രം ജോലി ചെയ്യുന്നില്ല. ഈ ഓൺലൈൻ വർക്ക് ജോലി ചെയ്യുന്നവന് ഈ കമ്പനി കൺട്രോൾ ചെയ്യുന്ന എങ്ങനെ അറിയും? ഓൺലൈനിൽ ജോലി കൊടുക്കൂല അല്ലേ? ടാക്സിക്കാർ കണ്ടല്ലേ, യൂബർ, മറ്റത് ഓൺലൈൻ ജോലി നമുക്ക് കിട്ടില്ല. കിട്ടുകയാണെങ്കിൽ നമ്മൾ മീഞ്ചന്ന് നിൽക്കുമ്പോൾ നമുക്ക് കൊയിലാണ്ടി നാളെ എടുക്കാനാണ് നമുക്ക് വർക്ക് വരിക. അങ്ങനെ ബുദ്ധിമുട്ടിച്ച് നിന്ന് പുറത്താക്കാൻ കഴിയും. ആർക്കും നിയമപരമായിട്ട് ഓരോന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം അതിനൊരു സിസ്റ്റം വേണ്ടേ? ഞങ്ങളിങ്ങനെ ചെയ്യുന്നൊരു പരസ്യ പ്രസ്താവന ഇറക്കിയാൽ അപ്പം ചെയ്ത് കിട്ടാൻ നമ്മളെ മുന്നിലുള്ള ആയുധം എന്താ? എല്ലാ തൊഴിലാളിൻ്റെ മുന്നിലുള്ള ആയുധം
സമരം മാത്രം ഇത് വെന്റിലേറ്റ് ചെയ്യാൻ, നമ്മൾ ഡിമാൻഡ് വെന്റിലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യണ്ടേ? അത് ചെയ്യാൻ നിയമപരമായിട്ടൊന്നും നാട്ടിൽ കഴിയൂല. അതുകൊണ്ട് ഇത് വെറും വാഗ്ദാനം മാത്രമാണെന്നാണ് നമ്മുടെ അഭിപ്രായം. നേരത്തെ പറഞ്ഞൊരു തെറ്റിദ്ധാരണയെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് തരത്തിലുള്ള ജെൻഡർ വ്യത്യാസം അനുസരിച്ച് കൂലി കേരളത്തിനകത്തില്ല കേട്ടോ. ഇനി വേറെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഞങ്ങളെല്ലാം ഗിഗ് മേഖലയിൽ കുറേയൊക്കെ റീസെൻ്റായിട്ട് ഇടപെട്ട് തുടങ്ങിയവരാണ്. അപ്പോൾ അതിൽ ആ വ്യത്യാസം കാണുന്നില്ല. എന്നാൽ ഈ കോഡൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ 16 മണിക്കൂറൊക്കെയാണ് ജോലി. അവരുടെ റിക്രൂട്ട്മെൻറ്റ് രീതി എന്ന് പറഞ്ഞാൽ ഒരു ആപ്പ് പൈസ കൊടുത്തിട്ട് വാങ്ങുക എന്നുള്ളതാണ്. അതോ ലൈവായി കഴിഞ്ഞാൽ ഓക്കെ അവന് ജോലി. ഏതാണ് റിക്രൂട്ട്മെൻറ്റ്? ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആപ്പ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അവനെവിടെയും വേറെ ചോദിക്കാൻ വകുപ്പില്ല. ഗോവിന്ദ് സാർ, അതിൽ എനിക്കൊരു തർക്കമുണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ 48 മണിക്കൂർ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് തൊഴിലിനെ കാണാൻ സാധിക്കും. അതുപോലെ ഒരു വിമാനം ഓടിക്കുന്ന പൈലറ്റ്, അദ്ദേഹത്തിന് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ജോലി എത്ര നേരം തുടരണമെന്നല്ല, ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ അതിൽ കാണേണ്ടത്. അത് വിമാനം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോഴുണ്ട്. അവർക്ക് ഓവർനൈറ്റ് അലവൻസ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇതല്ല പറയുന്നത്. 8 മണിക്കൂർ എന്നുള്ളത് നിലവിൽ നിയമത്തിലുണ്ടായിരുന്നു. അത് മാറ്റി ആ 8 മണിക്കൂർ എവിടെയും ഇല്ല. എന്നിട്ട് 12 മണിക്കൂർ അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 3 ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നിടത്ത് മാനേജ്മെന്റ് വേണമെങ്കിൽ 2 ഷിഫ്റ്റ് വർക്ക് ചെയ്ത് 16 മണിക്കൂർ വരെ ജോലി ചെയ്യിപ്പിക്കാം. പ്രൊവൈഡഡ് ആഴ്ചയിൽ 48 പാടുള്ളൂ എന്നുള്ളൂ. അത് മാറാൻ പാടില്ലെന്ന്. ഒരു തെറ്റിദ്ധാരണയാണ് വിമാനത്തിന്റെ കാര്യം പറഞ്ഞ ഒരു തെറ്റിദ്ധാരണയാണ്. ഉദാഹരണം പറഞ്ഞാണ്, വിമാനത്തിൽ തർക്കത്തിനല്ല. അല്ല, വിമാനത്തിൽ അഡീഷണൽ പൈലറ്റ് ഉണ്ടാവും. അവർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കറക്റ്റായിട്ട് ഉറക്കം, അങ്ങനെ ഭക്ഷണം കഴിക്കണം, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോണത്. അത് കൂടുതൽ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റിൽ അഡീഷണൽ പൈലറ്റ് ഉണ്ടാവും. ഈ കോ പൈലറ്റ് അല്ലാതെ സീനിയർ പൈലറ്റ് അഡീഷണൽ ഉണ്ടാവും. ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. അവിടെ 6x8 ഒറ്റ കാര്യം കൂടി, 6x8 48 എന്നുള്ളതാണ്. 6x8. അതെ. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പം നമ്മുടെ ഗോപി സാർ പറഞ്ഞ് അതിഥി തൊഴിലാളികളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ സർക്കാരിൻ്റെ കണക്കിൽ എനിക്ക് തോന്നുന്നു ഒരു 5 ലക്ഷം അതിഥി തൊഴിലാളികളുടെ കണക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ പെർമനൻ്റായിട്ട് ഇവിടെ 12 ലക്ഷത്തിലധികം തൊഴിലാളികൾ പെർമനൻ്റായിട്ട് അവർക്ക് വീട്, മറ്റു കാര്യങ്ങൾ, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ താമസിക്കുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ 25 ലക്ഷം 40 ലക്ഷമോ തൊഴിലാളികളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 25 ലക്ഷം തൊഴിലാളികളോളം ഇവിടെയുണ്ട്, കണക്കിൽ പെടാത്ത. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കണക്ക് വരുന്ന സമയത്ത് അത് ഒരു പിന്നെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെയാണ് 12 മണിക്കൂർ KSRTC ഡ്രൈവർമാർ ബസ് ഓടിക്കണം എന്ന് പറഞ്ഞൊരു ചർച്ച നടന്ന നാടാണ് നമ്മുടേത്. നമ്മുടെ അത് പ്രാബല്യത്തിൽ വരുത്താനൊക്കെ നോക്കിയിട്ടുള്ളൊരു നാടാണ് നമ്മുടേത്. അതെ. അപ്പോൾ ആ രീതിയിലൊക്കെ ചർച്ച പോകുന്ന സമയത്ത് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കേണ്ട സമയമായി. നമ്മൾ തുടങ്ങിയിട്ടുള്ളത് 5:15 ഇപ്പോൾ 6:10. 55 മിനിറ്റ് കൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. സ്വാഭാവികമായും ഇത് വളരെ വൈഡായിട്ടുള്ള, വളരെ വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയാണ്. എന്നിരുന്നാലും ഒരു തുടക്കം എന്ന നിലക്ക് ഇത്തരമൊരു ടോപ്പിക്കിലേക്ക് നമ്മളൊന്ന് എൻട്രി ചെയ്യുന്നു. അതിലപ്പുറത്ത് ഈ ചർച്ചയെ ആരും കാണരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സ്വാഭാവികമായും ഈ രംഗത്തുള്ള പ്രവർത്തിക്കുന്ന വളരെയധികം എക്സ്പീരിയൻസുള്ള ഈ 3 പേർ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഒരു വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പ്രായോഗിക തലത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. വളരെ ദൂരെ നിന്ന് ഇവിടെ സഞ്ചരിച്ചെത്തിയിട്ടുള്ള ഗോവിന്ദൻ സാർ, രാജീവ് സാർ, അതുപോലെ സെൽവരാജ് സാർ, 3 പേർക്കും പ്രത്യേകം സ്നേഹം, നന്ദി. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചത് അറിയിക്കുന്നു. ഇത് പ്രോഗ്രാമാണ് അവസാനിക്കുന്നത്, ചർച്ച അവസാനിക്കുന്നില്ല. നന്ദി.